നമസ്തേ, ജന ഡിബേറ്റിലേക്ക് സ്വാഗതം. മനസ്സ് നീറിക്കത്തുന്ന നെഞ്ചിടിപ്പോടെ ഓരോ പ്രഭാതത്തെയും വരവേൽക്കുന്ന ഗതികേടിലേക്കാണ് കേരളം ഇപ്പോൾ ഉണരുന്നത്. വഴിതെറ്റിപ്പോകുന്ന പുതുതലമുറയെ പിടിച്ചുകെട്ടാനാകാത്ത വിധത്തിൽ അധികാരിവർഗം ഉറങ്ങുകയാണോ അതോ ഉറക്കം നടിക്കുകയാണോ? അവരെ തൊട്ടുണർത്തി വിളിക്കേണ്ട ഗതികേടിലേക്ക് സാമൂഹ്യ സമരസഭയെ കെട്ടിപ്പടുക്കേണ്ട ബാധ്യത ജനങ്ങൾക്ക് മേൽ അടിച്ചേൽപ്പിക്കുകയാണോ? നിങ്ങളുടെ സുരക്ഷ നിങ്ങൾ നോക്കിക്കൊള്ളണമെന്നാണോ അധികാരിവർഗം പറഞ്ഞു വെക്കുന്നത്? വഴിതെറ്റുന്ന യൗവനവും ചോദ്യം ചെയ്യാനാകാത്ത രീതിയിൽ പകച്ചു നിൽക്കുന്ന വാർദ്ധക്യവും നിയമങ്ങൾ ഉള്ളം കയ്യിൽ വെച്ച് നിഷ്ക്രിയരാകുന്ന അധികാരിവർഗവും അധികാര രാഷ്ട്രീയത്തിന്റെ കീഴിൽ സംരക്ഷണം തേടുന്ന മാഫിയയും രാജ്യദ്രോഹ ശക്തികൾക്ക് അഴിഞ്ഞാടാനുള്ള വിളനിലമായി കേരളത്തെ പാകപ്പെടുത്തുമ്പോൾ ചോദ്യങ്ങൾ ചോദിക്കാനുള്ള ബാധ്യത മാധ്യമപ്രവർത്തകർക്കുണ്ട്. ഇന്ത്യൻ യുവതയുടെ തലച്ചോറിനെ വിലക്കെടുത്ത് ഇന്ത്യൻ മണ്ണിനെ തകർക്കാൻ ഉദ്ദേശിക്കുന്ന ശക്തികളെ തുരത്തുമെന്ന് ഭാരതത്തിന്റെ ആഭ്യന്തരമന്ത്രി പ്രഖ്യാപിക്കുമ്പോൾ ഇതേ വാക്കുകൾ കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രിയിൽ നിന്നും പ്രതീക്ഷിക്കാമോ? ഈ ചർച്ചയിൽ അതിഥികളായി പങ്കെടുക്കുന്നത് BJP പ്രതിനിധി TP ജയചന്ദ്രൻ മാസ്റ്റർ, VSDP നേതാവ് വിഷ്ണുപുരം ചന്ദ്രശേഖരൻ, ഇടത് നിരീക്ഷകൻ അഡ്വക്കേറ്റ് BN ഹസ്കർ, റിട്ടയർഡ് SP KM ആന്റണി. ആദ്യം TP ജയചന്ദ്രൻ മാസ്റ്ററിലേക്കാണ്. ശ്രീ TP ജയചന്ദ്രൻ മാസ്റ്റർ, ഇന്ന് ഭാരതത്തിന്റെ ആഭ്യന്തരമന്ത്രി വളരെ കൃത്യമായ ഒരു പ്രസ്താവന നടത്തിയിരിക്കുകയാണ്. ഭാരതത്തെ മയക്കുമരുന്ന് വിമുക്തമാക്കുമെന്ന്. 29 കള്ളക്കടത്തുകാർക്ക് ശിക്ഷ നൽകി അവരെ ശിക്ഷിക്കുന്ന ഒരു അവസ്ഥയിലേക്ക്, മാഫിയ തലവന്മാരെ ശിക്ഷിക്കുന്ന അവസ്ഥയിലേക്ക് എത്തി. പണത്തിന്റെ അത്യാർത്തിക്ക് വേണ്ടി യുവാക്കളെ ആസക്തിയുടെ ഇരുണ്ട പടുകുഴിയിലേക്ക് വലിച്ചെറിയുന്ന മയക്കുകടത്തുകാർക്കെതിരെ, അത്തരത്തിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്കെതിരെ ഒരു നടപടിയും ഒരു വിട്ടുവീഴ്ചയും ഇല്ലാത്ത നടപടി വളരെ കൃത്യമായി ഉണ്ടാകുമെന്ന് ഭാരതത്തിന്റെ ആഭ്യന്തരമന്ത്രി പ്രസ്താവിച്ചിരിക്കുകയാണ്. കേരളത്തിന്റെ സവിശേഷ സാഹചര്യത്തിൽ എത്രത്തോളം പ്രധാനമാണ് ഭാരതത്തിന്റെ ആഭ്യന്തരമന്ത്രിയുടെ വാക്കുകൾ? വളരെ കൃത്യമായിട്ട് നമുക്കറിയാം, 2014 വരെയുള്ള ഭാരതത്തിന്റെ ചരിത്രം ഞാൻ രാഷ്ട്രീയപരമായിട്ട് കാര്യങ്ങൾ വിശകലനം ചെയ്യാൻ ഉദ്ദേശിക്കാത്തത് കൊണ്ട് പച്ചയായ ചില പരമാർത്ഥങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. രാജ്യത്തിന്റെ അതിർത്തിക്കകത്തേക്ക് നിർബാധം കടന്നു വരാവുന്ന ഭീകരവാദ പ്രവർത്തനത്തിന്റെ ഇരകളാക്കി നാട്ടപ്പെട്ട ഒരു നാടായിരുന്നു ഭാരതം. ഏതൊരു തരത്തിലുള്ള ഇടപെടലിനും ബാഹ്യശക്തികൾക്ക് അനുമതി ഉണ്ടായിരുന്നു. ഭാരതത്തിന്റെ അതിർത്തികൾ സുരക്ഷിതമായിരുന്നില്ല. അയൽരാജ്യങ്ങളുമായുള്ള ബന്ധം പലപ്പോഴും വഷളായിരുന്നു. നമുക്കറിയാം, അന്താരാഷ്ട്ര ഭീകര പ്രസ്ഥാനങ്ങളുടെ ധനാഗമന മാർഗം എന്ന് പറയുന്നത്, അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട സ്രോതസ് എന്ന് പറയുന്നത് മയക്കുമരുന്നും ഇടപാടുകളും അതിൽ നിന്ന് കിട്ടുന്ന വർദ്ധിച്ച ലാഭവുമായിരുന്നു. സ്വാഭാവികമായിട്ടും രാജ്യം കഴിഞ്ഞ 10 വർഷം കൊണ്ട് വളരെ കർശനമായ ചില അച്ചടക്ക നടപടികളിലൂടെ രാജ്യം മുന്നോട്ട് പോയി. സാമ്പത്തികമായിട്ടുള്ള അച്ചടക്കത്തോടൊപ്പം തന്നെ രാഷ്ട്രീയമായ അച്ചടക്കവും ഭീകരവാദത്തിനെതിരായുള്ള സന്ധിയില്ലാത്ത പോരാട്ടവും, അത് കേവലം തൊലിപ്പുറമെയുള്ള ചികിത്സയ്ക്കപ്പുറത്തേക്ക് വസ്തുതകളെ കൃത്യമായി അപഗ്രഥിക്കുകയും അടിസ്ഥാന കാരണങ്ങളെ കണ്ടെത്തിക്കൊണ്ട് അടിസ്ഥാന കാരണങ്ങൾക്കെതിരായുള്ള ചികിത്സ മാത്രമേ ശാശ്വതമായി ഫലവത്താവുകയുള്ളൂ എന്ന തിരിച്ചറിവാണ് ഈ രാജ്യത്തുണ്ടായിരിക്കുന്നത്. നമുക്കറിയാം, ഈ രാജ്യത്തിനകത്തേക്ക് പ്രത്യേകിച്ച് കടൽ മാർഗവും അതിർത്തി കടന്നും പാക് അതിർത്തികളിലൂടെയും നേപ്പാൾ അതിർത്തിയിലൂടെയും ഒക്കെ വൻ തോതിൽ മയക്കുമരുന്ന് ഭാരതത്തിനകത്തേക്ക് ഒളിച്ചു കടത്തപ്പെടുവാറുണ്ടായിരുന്നു. അന്താരാഷ്ട്ര വിനിമയത്തിനുള്ള ഹബ്ബായിട്ട് പോലും ഭാരതത്തെ മാറ്റപ്പെട്ട അനുഭവം നമ്മുടെ മുമ്പിലുണ്ട്. പക്ഷേ വളരെ കർശനവും കൃത്യമായുള്ള ഇടപെടലിലൂടെ അതിൽ ഗണ്യമായ കുറവ്, പൂർണ്ണമായി ഇല്ലാതാക്കിയൊന്നും അവകാശപ്പെടുന്നില്ലെങ്കിലും ഗണ്യമായ അളവിൽ നിന്നും അതിനെ ചുരുക്കിക്കൊണ്ടുവരാനും രാജ്യത്തിനെതിരായുള്ള ഇത്തരം ശക്തികളെ നിയന്ത്രിക്കാനും അവരുടെ ധനാഗമന മാർഗം, അവരുടെ ചെയിൻ കട്ട് ചെയ്യാനും വളരെ കൃത്യമായിട്ട് പറഞ്ഞു. ഇന്ന് ആഭ്യന്തരമന്ത്രി പറഞ്ഞ കാര്യമുണ്ട്, 0 ടോളറൻസ്. ഇത്തരം അതിക്രമം നടത്തി രാജ്യത്തിന് അതിർത്തിയിലേക്ക് മയക്കുമരുന്ന് കൊണ്ടുവന്ന് ഈ രാജ്യത്തെ യുവജനതയെയും വരുന്ന തലമുറയും നശിപ്പിക്കാനുള്ള പ്രവണതയെ ഒരു വിട്ടുവീഴ്ചയ്ക്കും ഗവൺമെന്റ് തയ്യാറല്ല. നോ ടോളറൻസ് ടു ദം. അവരോട് ഒരു വിധത്തിലുള്ള വിട്ടുവീഴ്ചയിലും ഗവൺമെന്റ് തയ്യാറല്ല എന്ന് പ്രഖ്യാപിക്കുക മാത്രമല്ല, അവർക്കെതിരായുള്ള നടപടികൾ ശക്തമായി റെക്കോർഡ് വേഗത്തിലാണ് പരിശോധനയും എണ്ണത്തിലും വണ്ണത്തിലും അവർക്കെതിരായുള്ള പരിശോധനകൾ, അറസ്റ്റ്, നിയമ നടപടികൾക്ക്
വളരെ കൃത്യമായ പദ്ധതികളിലൂടെ അത് മുന്നോട്ട് കൊണ്ടുപോയി. കർശന നടപടികൾ സ്വീകരിച്ചു. അതിർത്തി കടന്നുള്ള ഈ കള്ളക്കടത്തിനെതിരെയുള്ള നിരീക്ഷണം ശക്തമാക്കി. നമുക്കറിയാം, കേരളത്തിലെ ലക്ഷദ്വീപ് ഉൾപ്പെടെയുള്ള ചില മേഖലകളിൽ അന്താരാഷ്ട്ര മാഫിയകൾ പിടിമുറുക്കിയപ്പോൾ, ഗവൺമെന്റ് അവിടെ ചില ഇടപെടൽ നടത്തിയപ്പോൾ ചില അസ്വസ്ഥതകളൊക്കെ നമ്മൾ കേട്ടിരുന്നു. പക്ഷേ ഈ ഗവൺമെന്റിന്റെ മുമ്പിൽ കൃത്യമായ ഡാറ്റകൾ ഉണ്ടായിരുന്നു. അന്താരാഷ്ട്ര കപ്പൽക്കാരിനോട് അടുത്ത് കിടക്കുന്ന കേരളത്തിലേക്ക് വളരെ എളുപ്പത്തിൽ മയക്കുമരുന്ന് കടത്തിക്കൊണ്ടുവരാമെന്നും അതിന്റെ വിനിമയ കേന്ദ്രമായിട്ട് കേരളത്തെ എളുപ്പത്തിൽ ഉപയോഗപ്പെടുത്താമെന്നും അതിന് ഇത്തരത്തിലുള്ള ദ്വീപസമൂഹങ്ങൾ ആൾപ്പാർക്കുള്ളവരും ഇല്ലാത്തവയും ഒക്കെ ഉപയോഗപ്പെടുത്തേണ്ട നീക്കങ്ങൾ ചില ശക്തിയുടെ ഭാഗത്തുണ്ടായത് ഗവൺമെന്റിന്റെ ഇന്റലിജൻസ് വിഭാഗം കൃത്യമായി കണ്ടെത്തി. അതുകൊണ്ട് ഒരിടത്ത് തടയുമ്പോൾ മറ്റൊരു പുതിയ സ്രോതസ്സിലൂടെ കേരളത്തിലെ ഇന്ത്യയിലേക്കകത്ത് ഇത് കള്ളക്കടത്ത് നടത്താനുള്ള സംവിധാനങ്ങളെ തടയുന്നതിന് വേണ്ടിയിട്ട് അത്തരം മേഖലകളില് നീക്കങ്ങളും നിരീക്ഷണവും വളരെ കർശനമായി. അതിർത്തി കടന്നുള്ള കടത്ത് നിരീക്ഷിക്കാനുള്ള സംവിധാനങ്ങളെ നാർക്കോട്ടിക് ഏജൻസികളുടെ നിലപാടുകൾ ശക്തമാക്കി. അതോടൊപ്പം ഇവരെ കണ്ടെത്താനും അവരെ പിടിച്ചെടുക്കാനും, പ്രത്യേകിച്ച് നമുക്കറിയാം ഒരു കാലഘട്ടത്തിൽ ഇന്ത്യൻ നാവികസേനയോട് പോലും വെല്ലുവിളിക്കാവുന്ന വേഗതയും സാങ്കേതിക വിദ്യയും കമ്മ്യൂണിക്കേഷൻ ശൃംഖലയും ഒക്കെ ഉണ്ടായിരുന്ന സംവിധാനം ഉപയോഗപ്പെടുത്തിയിരുന്നു. പക്ഷെ ഗവൺമെന്റ് അവിടെ ഒക്കെ മറികടക്കുന്നതിന് വേണ്ടിയിട്ട് വർത്തമാന കാലഘട്ടത്തിലെ ഏറ്റവും മികച്ച വാർത്താവിനിമയ സംവിധാനങ്ങൾ, സാങ്കേതിക അറിവുകൾ അതൊക്കെ ഇവർക്ക് കൈമാറിയതിലൂടെ ചെയ്യാൻ സാധിച്ചു. അതോടൊപ്പം തന്നെ അന്താരാഷ്ട്ര ബന്ധം മെച്ചപ്പെടുത്താനും അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഇതിനെതിരായുള്ള നീക്കങ്ങൾ ശക്തിപ്പെടുത്താനും സാധിച്ചു. ഈ കണക്കുകളൊക്കെ പറയുമ്പോഴും മറുഭാഗത്ത് വളരെ വേദനിപ്പിക്കുന്ന ഒരു കണക്കുകൾ കൂടി നമ്മുടെ മുമ്പിലുണ്ട്. നോക്കൂ, കേരളത്തെ ഇത് കടന്നു വന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഹബ്ബായി മാറുന്നത് കൊച്ചിയാണ്. കൊച്ചിയിലെ അന്താരാഷ്ട്ര വിമാനത്താവളം വളരെ കൃത്യമായിട്ട് അതിനു വേണ്ടിയിട്ട് സമർത്ഥമായിട്ട് ഉപയോഗിക്കുന്നു. ലഭ്യമായ 2024 കണക്ക്, ഇതുവരെ ലഭ്യമായ കണക്ക് 1359 കേസുകളാണ് കൊച്ചിയിൽ മാത്രം കേരളത്തില് ഈ വർഷം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്, രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. 1551 പേരെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. പിടിച്ചെടുത്ത കഞ്ചാവ് 326.53 കിലോഗ്രാം ആണ്. 283.66 ഗ്രാം ഹാഷിഷാണ്. 1.5959 ഏതാണ്ട് 2 കിലോ അടുത്ത് MDMA പിടിച്ചെടുക്കപ്പെട്ടിരിക്കുന്നു. ഭീതിപ്പെടുത്തുന്നത് പ്രായപൂർത്തിയാവാത്ത കുട്ടികളെ കേരളമായിട്ട് ഉപയോഗിക്കുന്നു. പെൺ സാന്നിധ്യം കൂടിക്കൊണ്ടിരിക്കുന്നു. അവരുടെ ഈ കാലഘട്ടത്തിൽ ഈ അഡിക്റ്റ് ആക്കി മാറ്റാനും അവരെ പിന്നീട് കേരളമാക്കി മാറ്റാനും catch them at the early age, പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടികളെ അഡിക്റ്റ് ആക്കി മാറ്റി അവരെ ഇതിനകത്ത് ഉപയോഗിക്കാൻ പ്രേരിപ്പിച്ച് പിന്നീട് അവരെ കാരിയർമാരാക്കി മാറ്റുന്നു. സ്കൂൾ കുട്ടികൾക്ക് പോലും രക്ഷയില്ല. ഈ അടുത്ത് നമുക്കറിയാം, ഒരു ചെറുപ്പക്കാരൻ 5 പേരെയാണ് മണിക്കൂറുകൾ എടുത്ത് സ്വരം പോലും പുറത്തു കേൾക്കാൻ അനുവദിക്കാതെ ചുറ്റിയ കൊണ്ട് അടിച്ചു കൊന്നത്. ഇന്നലെയാണ് കോഴിക്കോട്ടെ താമരശ്ശേരിയിലുള്ള ഒരു ചെറുപ്പക്കാരനോട് മാഫിയ സംഘങ്ങളെ പോലും വെല്ലുന്ന തരത്തില് കൊല ചെയ്യപ്പെടുന്നത്. ചാറ്റുകളിൽ കൊലവിളിയ മുദ്രാവാക്യങ്ങൾ ഉയർത്തുന്നു. എവിടെ നിന്നാണ് ഈ ചെറുപ്പക്കാർക്ക് ഇത്തരത്തിൽ അവർക്ക് മനുഷ്യത്വം മരവിച്ചു പോകുന്നത് എന്നതിനെ കുറിച്ച് അന്വേഷിച്ചിട്ടുണ്ടോ? നിയമങ്ങൾ ഇല്ലാഞ്ഞിട്ടല്ല, നമ്മുടെ മുമ്പിൽ ഒരുപാടുണ്ട്. നോക്കൂ, ചില കണക്കുകൾ കൂടെ നമ്മുടെ മുമ്പിലുണ്ട്. 18 വയസ്സിനും 28 വയസ്സിനും ഇടയിൽ പ്രായമുള്ള പെൺകുട്ടികളും വിദ്യാർത്ഥികളുമാണ് ഏറ്റവും കൂടുതൽ അറസ്റ്റ് ചെയ്യപ്പെട്ടത് കണക്ക് രേഖപ്പെടുത്തുന്നു. നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയുടെ കണക്ക് പ്രകാരം NDPS ആക്ട് പ്രകാരം ഈ കൊല്ലം 928, കഴിഞ്ഞ സാമ്പത്തിക വർഷം അതായത് ചെയ്യാൻ പോകുന്ന ഇതില് 928 കേസുകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ വർഷം അത് 876 നിന്നും 928 കുതിച്ചപ്പോൾ കോപ്റ്റ് ആക്ട് പ്രകാരമുള്ള കേസുകളിലും വർധനമുണ്ടായിരിക്കുന്നു. 9201 കേസുകളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്, നടപടികളിൽ വിധേയമായത്. അത് കഴിഞ്ഞ കൊല്ലം 8859 നിന്നാണ് 9201 വർദ്ധിച്ചത്. അബ്കാരി നിയമപ്രകാരം 1180 ഉണ്ടായിരുന്നത് 1277 മാറി. പക്ഷെ ഒരു യാഥാർത്ഥ്യം ഇതിനെക്കുറിച്ച് ബന്ധമുള്ള ആളുകൾ പറയുന്നത് ഇതൊക്കെ യഥാർത്ഥത്തിൽ നടക്കുന്നതിന്റെ 1% മാത്രമാണ് നടപടികൾക്ക്. അതാണ് നമ്മെ ഭീതിപ്പെടുത്തുന്ന ഘടകം. ഞാൻ അങ്ങയിലേക്ക് വരാം. റിട്ടയർഡ് SP KM ആന്റണി സാറിലേക്ക് പോവുകയാണ്. ശ്രീ ആന്റണി, ഇത് 2008 ഒരു കണക്ക് നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ 2010 ഒരു കണക്കൊക്കെ നോക്കുകയാണെങ്കിൽ വെറും ഈ സംസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്യുന്ന ഈ മയക്കുമരുന്ന് കേസുകളുടെ എണ്ണം എന്ന് പറയുന്നത് ഒരു 500-600 ഒക്കെ ആയിരുന്നു. പക്ഷേ
2025 എത്തുമ്പോൾ അതിന്റെ കണക്കുകൾ നോക്കൂ. 10,000-കണക്കിന് കേസുകളാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ഇപ്പോൾ TP ജയചന്ദ്രൻ മാസ്റ്റർ ചൂണ്ടിക്കാണിച്ചതുപോലെ ഇതിൽ യഥാർത്ഥത്തിൽ നടക്കുന്ന കേസുകളുടെ 1% മാത്രമാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. റിപ്പോർട്ട് ചെയ്യപ്പെടാത്ത സംഭവങ്ങൾ എത്രയോ അനവധിയാണ്. അങ്ങനെ നോക്കുമ്പോൾ കേരളം വലിയൊരു അപകടാവസ്ഥയിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ദൈനംദിനം നമ്മൾ കേൾക്കുന്ന അക്രമ പരമ്പരകൾ, അക്രമ വാർത്തകൾ, ഇതൊന്നും യഥാർത്ഥത്തിൽ ബുദ്ധിയുള്ള, സ്ഥിരബുദ്ധിയുള്ള, ഒരു സാമാന്യ ബോധമുള്ള ഒരാൾക്ക്, ഒരു ക്രിമിനലിന് ചെയ്യാൻ കഴിയുന്നതിനപ്പുറത്തുള്ള ക്രൂരതയിലേക്ക് നമ്മുടെ യുവാക്കൾ എത്തിപ്പെടുകയാണ്. യഥാർത്ഥത്തിൽ ലഹരിയുടെ സാന്നിധ്യം നമ്മുടെ ഓരോ കുടുംബങ്ങളിലേക്ക് വരെ എത്തി എന്നല്ലേ ഇതുകൊണ്ട് അർത്ഥമാക്കേണ്ടത്? നീലിമ, ഈ നമ്മൾ മുൻവർഷങ്ങളിലെ കണക്കുകളെ ഉദ്ധരിച്ചുകൊണ്ട് മാത്രം നോക്കിയിട്ട് കാര്യമില്ല. അത് മാത്രമല്ല, നമ്മളുടെ അന്ന് ആ 10 വർഷം മുമ്പുണ്ടായിരുന്ന സാമൂഹിക അവസ്ഥ, സമാധാന അന്തരീക്ഷം, യുവാക്കളിലുള്ള ക്രിമിനൽ വാസനയുടെ കുറവ്, അതെല്ലാം മാറി നമ്മളുടെ കൺമുമ്പിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കണക്കിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമല്ല, ഇത് ഭയാനകമായ നിലയിലേക്ക് കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നു. ആശാവഹമായ ഒരു കാര്യമെന്ന് പറഞ്ഞത് നമ്മുടെ ആഭ്യന്തരമന്ത്രി, ഇന്ത്യയുടെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി ഇതിൽ ശ്രദ്ധ പതിപ്പിച്ചിരിക്കുന്നു എന്നുള്ളത് ഒരു ആശാവഹമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. പക്ഷെ കേരളത്തിലെ പോലീസോ എക്സൈസോ ഇതിനകത്തൊന്നും ചെയ്യുന്നില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം 24,000 ആളുകളെ 2024 അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഈ കേരളത്തിൽ തന്നെ മൊത്തമായിട്ട്. അതുപോലെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഓപ്പറേഷൻ ഡി ഹണ്ട് എന്ന പേരിൽ ഒരു ഓപ്പറേഷൻ നടക്കുന്നുണ്ട്. അത് ഈ പറഞ്ഞ വെഞ്ഞാറമൂട് കൂട്ടക്കൊലയ്ക്ക് ശേഷം DGPയുടെ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ നടന്നിരിക്കുന്നതാണ്. അതിൽ 153 കിലോ കഞ്ചാവാണ് പിടിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ 1.5 കിലോ MDMA പിടിച്ചിട്ടുണ്ട്. 2,800 ആളുകളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം പോലീസ് ഒന്നും ചെയ്യുന്നില്ല, അല്ലെങ്കിൽ എക്സൈസ് ഒന്നും ചെയ്യുന്നില്ല എന്നുള്ള തോന്നലിലേക്ക് നമ്മൾ പോകുന്നതിൽ അർത്ഥമില്ല. ഇത് പരസ്പരം നമ്മൾ ആരെയും കുറ്റപ്പെടുത്താനോ പഴിചാരാനോ വേണ്ടിയുള്ള ഒരു വേദിയായിട്ട് നമ്മൾ മാറാൻ പാടില്ല. കാരണം ഇതൊരു സാമൂഹികമായിട്ടുള്ള ആപത്താണ് ശരിക്കും കേരളം ഇന്ന് അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളം മാത്രമല്ല, മറ്റ് സംസ്ഥാനങ്ങളിലുമുണ്ട്. പക്ഷെ നമ്മൾ കേരളത്തിനെ സംബന്ധിച്ച് നോക്കുമ്പം കേരളത്തിൻ്റെ ഭൂമിശാസ്ത്രപരമായ പല പ്രത്യേകതകൾ കൊണ്ടും ഇവിടുത്തെ പ്രത്യേക രീതികൾ കൊണ്ടും ചെറുപ്പക്കാരിലേക്ക് കൂടുതൽ അവരുടെ ജീവിത സാഹചര്യങ്ങൾ കൊണ്ടും മയക്കുമരുന്നിന് കടന്നു വരാനുള്ള അവസരങ്ങൾ കൂടുതലാണ്. മുമ്പ് ജയചന്ദ്രൻ മാസ്റ്റർ പറഞ്ഞതുപോലെ തന്നെ ഇതിൻ്റെ പിന്നിൽ ഏതെങ്കിലും രീതിയിലുള്ള അജണ്ടയുണ്ടോ, സാമ്പത്തികമല്ലാത്ത രീതിയിലുള്ള ഏതെങ്കിലും കാര്യങ്ങളുണ്ടോ? അതായത് ഇത് മറ്റു പല രീതിയിലും, അതായത് ഒരു തലമുറയെ തന്നെ നശിപ്പിക്കുന്ന, യുവാക്കളുടെ വളർന്നു വരുന്ന ഒരു തലമുറയെ നശിപ്പിക്കുന്ന രീതിയിലുള്ള പ്രത്യേക അജണ്ടയോടുകൂടി, അതായത് അധിനിവേശത്തിൻ്റെ, നമ്മൾ ഇപ്പം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അധിനിവേശം എന്ന് പറഞ്ഞാൽ പിടിച്ചടക്കലോ അല്ലെങ്കിൽ അവരെ കീഴടക്കലോ ഒന്നുമല്ല. അതല്ലാത്ത രീതിയിൽ അത് തലച്ചോറിനെ കീഴ്പ്പെടുത്തിക്കൊണ്ട് ഒരു യുവതലമുറയെ തന്നെ നശിപ്പിച്ചുകൊണ്ട് ഒരു സമൂഹത്തിനെ ആ രീതിയിലേക്ക് അപകടാവസ്ഥയിലേക്ക് എത്തിക്കാൻ പോരുന്ന രീതിയിലുള്ള ഏതെങ്കിലും രീതിയിലുള്ള അജണ്ട ഉണ്ടോ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഈ സമയത്താണ് നമ്മൾ നോക്കുന്നത് 2022 15,000 കോടി രൂപയുടെ മയക്കുമരുന്നാണ് നമ്മുടെ കേരള തീരത്ത് നിന്ന് പിടിച്ചത്. അത് നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയും ഇന്ത്യൻ നേവിയുടെയും ഒത്തുചേർന്നാണ് അവർ പിടിച്ചത്. അതിലൊരു ആ സംഭവവുമായി ബന്ധപ്പെട്ട ഒരു പാകിസ്ഥാൻ പൗരനുണ്ടായിരുന്നു, അയാളെ പിടികൂടിയിരുന്നു. അപ്പോൾ ഇത് നമ്മൾ കാണുന്നതിനും അപ്പുറത്തുള്ള അവസ്ഥയിലേക്ക് അന്തർദേശീയ തലത്തിൽ ബന്ധങ്ങളുള്ള ഒരു മയക്കുമരുന്ന് സംവിധാനമാണ്, അല്ലെങ്കിൽ മയക്കുമരുന്ന് കള്ളക്കടത്തിൻ്റെ ശ്രേണിയാണ് ഇവിടെ കാണുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിനെ പിടിച്ചു നിർത്താൻ പറ്റും, വിചാരിച്ചു കഴിഞ്ഞാൽ ഇതിനെ നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. നമ്മളുടെ ചെറുപ്പക്കാർ എന്തുകൊണ്ട് ഇതിലേക്ക് ആകർഷിച്ചു പോകുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതിന് പല ഘടകങ്ങളുണ്ട്. നമ്മൾ അതിനെപ്പറ്റി ആധികാരികമായിട്ടുള്ള ഒരു സ്റ്റഡി ഇവിടെ നടന്നിട്ടില്ല. പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിനെയോ അല്ലെങ്കിൽ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിനെയോ മാത്രം ആശ്രയിച്ച് ചെയ്യേണ്ട ഒരു സംഗതി അല്ല അത്.
കാരണം അവർക്ക് ചെയ്യുന്നതിന് പരിമിതികളുണ്ട്. അവർക്ക് ആ പ്രവർത്തനത്തിന്റെ പരിമിതികൾ കുറച്ച് അല്ലെങ്കിൽ അത് സാധിക്കാത്തതിന്റെ പേരിൽ ഞാനതിനെ ന്യായീകരിച്ച് സംസാരിക്കുകയല്ല. പക്ഷെ അതിനപ്പുറത്തേക്ക് വിഷയം കടന്നിരിക്കുന്നു. ഇതിനെ ഇല്ലായ്മ ചെയ്യേണ്ടത് അഥവാ അതിനെ നിർമ്മാർജ്ജനം ചെയ്യേണ്ടത് ഇന്നിപ്പോൾ ഈ നാട്ടിലുള്ള, ഈ നാടിനെ സ്നേഹിക്കുന്ന, സമൂഹത്തെ സ്നേഹിക്കുന്ന ഓരോ വ്യക്തിയുടെ ആവശ്യമായിട്ട് വന്നിരിക്കുകയാണ്. അപ്പൊ തീർച്ചയായിട്ടും ഇതിനെ ഒരുമിച്ച് ഒറ്റക്കെട്ടായി ഇറങ്ങുന്ന പക്ഷം ഇതിനെ നിർത്തലാക്കാൻ സാധിക്കും. കാരണം ഇത് ഗ്രാമങ്ങളിൽ മാത്രമല്ല, പട്ടണങ്ങളിലും എല്ലാ സ്ഥലങ്ങളിലും ഇത് വ്യാപിച്ചിരിക്കുകയാണ്. ഇത് പെൺകുട്ടികളാണ് ഇതിൻ്റെ വ്യാപനത്തിന് കൂടുതലായി നിൽക്കുന്നുവെന്ന് സൂചിപ്പിച്ചു. ശരി തന്നെയാണ്, പെൺകുട്ടികളെ ആകുമ്പോൾ സംശയിക്കത്തില്ല. പെൺകുട്ടികൾ കാരിയർമാരായിട്ട് ഉപയോഗിച്ചുകൊണ്ട് ഒരുപാട് കേസുകൾ റിപ്പോർട്ടാവുന്നുണ്ട്. അതോടൊപ്പം തന്നെ അത് മാത്രമല്ല, സ്കൂൾ കുട്ടികളെ എന്തുകൊണ്ടാണ് ഇതിലേക്ക് അവർ വരുത്തുന്നത്? അതായത് മൈനറായിട്ടുള്ള ജുവനൈൽ ആക്ടിന്റെ പരിധിയിൽ വരുന്ന കുട്ടികളെയാണ് ഇതിന് ഉപയോഗിക്കുന്നത്. അവരെ പിടിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവരുടെ കയ്യിൽ നിന്ന് റിക്കവർ ചെയ്ത് കഴിഞ്ഞാൽ കേസില്ല. ശരിയാണ്, കേസെടുക്കാൻ പറ്റില്ല. നമ്മളിപ്പോൾ കണ്ടു താമരശ്ശേരിയിൽ ഇന്നലെ മിനിഞ്ഞാന്നുണ്ടായ സംഭവവുമായി ബന്ധപ്പെട്ട കുട്ടികളെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അത് അവർ തന്നെ സംസാരിക്കുന്നുണ്ട്. കൂട്ടത്തല്ലിനിടയിൽ മരണം സംഭവിച്ചാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഈ പ്രായമുള്ളതുകൊണ്ട് നമ്മളെ ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ഇങ്ങോട്ട് അതിക്രമിച്ച് വന്നതുകൊണ്ട് നമ്മളെ ഒന്നും ചെയ്യാൻ പറ്റില്ല, നിയമം ഒന്നും ചെയ്യാൻ പറ്റില്ലെന്ന് ആ 15 വയസ്സുള്ള കുട്ടികൾ തന്നെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അവരെല്ലാം ബോധവാന്മാരാണ്. ഈ വിഷയങ്ങളെ സംബന്ധിച്ച് ഇവിടെയുള്ള യുവതലമുറ, പ്രത്യേകിച്ചും ഇന്നിപ്പോൾ 20 വയസ്സിൽ താഴെയുള്ള കുട്ടികളെ ഇതിലേക്ക് തന്നെ പോകുന്ന രീതിയിലുള്ളതാണ്. നമുക്കതിനകത്ത് ഒരുപാട് കാരണങ്ങളുണ്ട്. സിനിമകൾ തന്നെ നോക്കൂ. സിനിമകൾ, മുഴുവൻ സിനിമകളും എന്ന് പറഞ്ഞാൽ ഇപ്പം ഇറങ്ങി വരുന്ന ശരിയായ രീതിയിൽ ആളുകൾ കാണുന്ന, അല്ലെ വിജയിച്ചു എന്നോ അല്ലെങ്കിൽ അല്പമെങ്കിലും വിജയിച്ചോ എന്നോ പറയുന്ന സിനിമകളിൽ മുഴുവൻ ഈ രീതിയിലുള്ള മയക്കുമരുന്നിൻ്റെയും മദ്യത്തിൻ്റെയും ഉപയോഗം ശ്രദ്ധയിൽപ്പെടുന്നുണ്ട്. അപ്പോൾ അത് ചെറിയ കുട്ടികൾ അവരെ അനുകരിക്കുന്ന പ്രായമാണ്. അതായത് കൗമാരപ്രായത്തിൽ എന്തിനേയും ഏതിനേയും അനുകരിക്കുകയും അല്ലെങ്കിൽ അത് ഒന്ന് ട്രയൽ നോക്കുക, അതായത് ഒന്ന് ചെയ്തു നോക്കുക എന്നുള്ള രീതിയിലേക്ക് വരികയും അവർ ആ പ്രായത്തിൽ തന്നെ ഇതിന് അടിമകളായി തീരുകയുമാണ് ചെയ്യുന്നത്. അത് ബോധപൂർവമായ ഒരു 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 ഗൂഢ ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് അവരങ്ങനെ ചെയ്യുന്നത്. ഇതിൻ്റെ പിന്നിലുള്ള നെറ്റ്വർക്കിനെ പിടിക്കണമെന്നുണ്ടെങ്കിൽ അത് ശ്രമകരമായിട്ടുള്ള കാര്യം തന്നെയാണ്. ഇതിൻ്റെ പിന്നിൽ നമുക്കറിയാം 1970-80 കാലഘട്ടങ്ങളിൽ, 70 കാലഘട്ടത്തിലാണ് കൊളംബിയയിൽ, ലാറ്റിൻ അമേരിക്കൻ രാജ്യം കൊളംബിയയിൽ പാബ്ലോ എസ്കോബാർ എന്ന് പറഞ്ഞ ലോകം കണ്ടതിൽ ഏറ്റവും വലിയ ഈ മയക്കുമരുന്ന് രാജാവായിരുന്നു അയാൾ. അതിൻ്റെ ഏറ്റവും വലിയ ആളായിരുന്നു. അയാളും ഗവൺമെന്റിന് പോലും ഭീഷണിയായിട്ട് മാറുന്ന ഒരു അവസ്ഥയായിരുന്നു ഉണ്ടായത്. അയാൾ മാത്രമല്ല, അയാളോടൊപ്പം അതേപോലെ ഉണ്ടായിരുന്ന ഒരുപാട് സംഘങ്ങൾ, മയക്കുമരുന്ന് സംഘങ്ങൾ, ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ മാത്രമല്ല, അമേരിക്കയെ പോലും അത് വെല്ലുവിളിക്കുന്ന, അമേരിക്കയുടെ സാമ്പത്തിക നിലയെയും സാമൂഹിക അവസ്ഥയും വെല്ലുവിളിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നപ്പോഴാണ് 1971 റിച്ചാർഡ് നിക്സൺ അത് നമ്പർ 1 എനിമി എന്നുള്ള രീതിയിൽ മയക്കുമരുന്നിനെ പ്രഖ്യാപിച്ചുകൊണ്ട് ആ യുദ്ധത്തിലേക്ക് വന്നത്. അങ്ങനെയാണ് അത് അടിച്ചമർത്താൻ സാധിച്ചത്. ഈ ലാറ്റിൻ അമേരിക്കൻ കൺട്രിയായ കൊളംബിയയിലും അതുപോലെ തന്നെ അമേരിക്കയിലും മെക്സിക്കോയിലും എല്ലാമായിട്ട് നടത്തിയൊരു കാര്യമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ രീതിയിലേക്ക് ഒരു അവസ്ഥയിലേക്കാണ് ഇപ്പൊ എത്തിച്ചേരാൻ പോകുന്നത്. അങ്ങേയറ്റം ഭീതിതമായ ഒരു അവസ്ഥ ഇന്ത്യൻ മണ്ണിലേക്ക് കടന്നു വന്നുകൊണ്ട് ഭാരതത്തിന്റെ യുവതലമുറയെ ഒന്നാകെ ഇത്തരത്തിൽ ലഹരി സിരകളിലേക്ക് ആവാഹിച്ച് ഒരു യുവതലമുറയെ നശിപ്പിക്കാനുള്ള അതിതീവ്രമായ ശ്രമങ്ങൾ നടക്കുന്നു. അത് ചൂണ്ടിക്കാട്ടേണ്ടതുണ്ട്. ഇടത് നിരീക്ഷകൻ അഡ്വക്കേറ്റ് BN ഹസ്കറിലേക്കാണ്. BN ഹസ്കർ, ഈ ഒരു അന്താരാഷ്ട്ര ഗൂഢാലോചന സംശയിക്കുന്ന വിധത്തിലാണ് ഈ ചർച്ചയിൽ പങ്കെടുത്ത രണ്ടുപേരും ഇപ്പോൾ സംസാരിച്ചത്. അതായത് ഒരു ആഗോള ഭീകരതയും ഈ ലഹരി മാഫിയയും തമ്മിൽ ഒരു അനിഷേധ്യമായ ബന്ധമുണ്ട് എന്നുള്ള തരത്തിൽ ഒരു സംശയവുമില്ല. ഈ യഥാർത്ഥത്തിൽ ഒരു ഭീകരതയുടെ ഉപോൽപ്പന്നം എന്ന രീതിയിൽ ഈ ലഹരി മാഫിയയെ നമുക്ക് കാണാം. ഇങ്ങനെ ഏതായാലും നല്ല മാർഗത്തിൽ ആഗോള ഭീകരതയ്ക്ക് പണം ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവില്ലല്ലോ. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഈ ആഗോള ഭീകരർ ഉപയോഗപ്പെടുത്തുന്നത് ലഹരി മാഫിയയാണ്. അത്തരത്തിൽ സമാഹരിക്കുന്ന പണം ഇത്തരത്തിൽ വിധ്വംസക പ്രവർത്തനങ്ങളിലേക്ക്, ഭീകരവാദ പ്രവർത്തനങ്ങളിലേക്ക് ഫണ്ട് ചെയ്യപ്പെടുന്നു എന്ന വലിയ വിമർശനം അന്താരാഷ്ട്ര തലത്തിൽ തന്നെയുണ്ട്. അതിൻ്റെ ഒരു ചുവട് പിടിച്ചുകൊണ്ട് തന്നെയാണ് ഇന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ വാക്കുകൾ വന്നത്. ലഹരി വിമുക്ത ഭാരതമായി മാറാൻ പോകുകയാണ്. ഇവിടെ ഇത്തരത്തിൽ ഇന്ത്യൻ യുവതയുടെ തലച്ചോറിനെ നശിപ്പിക്കുന്ന ശക്തികളെ വേരോടെ പിഴുതെറിയും എന്ന വലിയ പ്രഖ്യാപനം ഉണ്ടാകുകയാണ്. ഇടതുപക്ഷ നിരീക്ഷകൻ എന്ന നിലയിൽ താങ്കൾ ഈ വാദത്തോട് യോജിക്കുന്നുണ്ടോ?
നിലിമ ഇതിൽ കാണേണ്ടത് എപ്പോഴും ആഗോള ഭീകരത എന്ന് പറയുന്നത് അതിന്റെ സാമ്പത്തിക സ്രോതസ് എന്ന് പറയുന്നത് ഇത്തരം കറുത്ത മാർഗങ്ങൾ തന്നെയാണ്. മയക്കുമരുന്നത് അവരുടെ ഒരു വലിയ ഉൽപ്പന്നമായും അത് ലോകത്താകമാനം വളരെ വേഗത്തിൽ എത്തിച്ചു നൽകുകയും കേരളം അടക്കമുള്ള പുരോഗമന സംസ്ഥാനങ്ങളെന്ന് അവകാശപ്പെടുന്ന നമുക്ക് പോലും മാറുന്ന കാഴ്ചയിലേക്ക് നോക്കി നിൽക്കേണ്ടി വരുന്ന സാഹചര്യത്തിലാണ് നാം ഇപ്പോൾ ചെന്നെത്തപ്പെട്ടിരിക്കുന്നത്. സ്വാഭാവികമായും എന്തുകൊണ്ട് കേരളത്തിൽ ഇങ്ങനെ ഇത്രയധികം മയക്കുമരുന്ന് ഉപയോഗം വർദ്ധിച്ചു വരുന്നു എന്നുള്ളത് ആശങ്കപ്പെടുത്തുന്ന ഒരു സാഹചര്യമാണ്. കാരണം സിന്തറ്റിക് ഡ്രഗുകളുടെ വരവോടെ അത് തിരിച്ചറിയാനും പിടിച്ചെടുക്കാനും കണ്ടെത്താനും കഴിയുന്നില്ല എന്ന വലിയൊരു ഗതികേടിലേക്ക് ഓരോ കുടുംബങ്ങളും ചെന്നെത്തി നിൽക്കുന്നു എന്ന ദയനീയ സ്ഥിതി നമ്മുടെ മുന്നിലുണ്ട്. അപ്പൊ സ്വാഭാവികമായും ഇത് എങ്ങനെ ചെറുക്കാൻ കഴിയും എന്നുള്ളതാണ്. കേരളത്തിന്റെ കണക്കുകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് മിസോറാമും തുടങ്ങി നോർത്ത് ഈസ്റ്റേൺ സംസ്ഥാനം മുതൽ പഞ്ചാബ് അടക്കമുള്ള രാജ്യത്തെ മയക്കുമരുന്ന് ഉപഭോഗത്തിന് ഉയർന്ന തോത് കൽപ്പിക്കുന്ന സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളം വളരെ പിന്നിലാണെങ്കിൽ പോലും 24,000-ഓളം കേസുകൾ കണ്ടെത്താൻ കഴിയുകയും 97.8% കേസുകളിലും ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ കഴിയുകയും ചെയ്യുക എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല. 9,000 കേസാണ് പഞ്ചാബിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അവിടുത്തെ കൺവിക്ഷൻ റേറ്റ് 38% മാത്രമാണെന്നിരിക്കെയാണ് കേരളത്തിന്റെ ഈ മികച്ച അന്വേഷണാത്മകമായിട്ടുള്ള രീതികൾ വരുന്നത്. പക്ഷെ പരമാവധി ചെയ്യാൻ കഴിഞ്ഞിട്ട് പോലും ഇത് എന്തുകൊണ്ട് തടസ്സപ്പെടുത്തുന്നു എന്നുള്ളത് ഒരു വലിയ ചോദ്യം തന്നെയാണ്. നമ്മുടെ പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ തലമുറകൾ മാറുന്നു എന്നുള്ളതാണ് ഏറ്റവും അടിസ്ഥാനപരമായി നാം കാണേണ്ടത്. സാമൂഹ്യ മാധ്യമങ്ങളിലെ കണ്ടന്റുകൾ ഒരു വലിയ തോതിൽ നമ്മുടെ യുവാക്കളെ സ്വാധീനിക്കുന്നുണ്ട് എന്നുള്ള വസ്തുത മറന്നുകൊണ്ട് നമുക്ക് അങ്ങനെ പോകാനാവില്ല. നമ്മുടെ കണ്ടന്റ് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ലഭിക്കുന്ന കണ്ടന്റുകൾ അനുകരിക്കുന്നതിന് ഏത് കാലഘട്ടത്തിലും യുവാക്കളെ സംബന്ധിച്ചിടത്തോളം ഒരു റിബല്യസ് നേച്ചറോടുകൂടി ഏതിനെയും അനുകരിക്കുന്നതിനുള്ള ഒരു ത്വര യുവാക്കൾക്കുണ്ടാവും. അതാണല്ലോ യുവതയുടെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പൊ അത്തരത്തിൽ കണ്ടന്റുകൾ വളരെ എളുപ്പത്തിൽ യുവാക്കൾക്കിടയിൽ പ്രചരിക്കുന്നു എന്നുള്ളത് ഒരു വശത്ത്. രണ്ട്, മാധ്യമങ്ങളും സിനിമകളും സ്വാധീനം ചെലുത്തുന്നു, ചെറുപ്പക്കാർക്കിടയിൽ വലിയ തോതിൽ സ്വാധീനം ചെലുത്തുന്നു. ഇതിൽ നിന്ന് ലഭിക്കുന്ന ഊർജം ഉൾക്കൊണ്ടുകൊണ്ട് അവരുടെ ഇടയിൽ വലുതായി നിൽക്കാനുണ്ട്. മൂന്നാമത് അടുത്ത പ്രശ്നം നാം കാണേണ്ടത് യുവാക്കൾക്കിടയിൽ വലിയ തോതിൽ അരാഷ്ട്രീയവൽക്കരണം സംഭവിച്ചിട്ടുണ്ട്. 1970-കളിൽ ഡോക്ടർ നരേന്ദ്രപ്രസാദിന്റേതായിട്ടുള്ള വലിയ നിരീക്ഷണം ഞാൻ ഇപ്പോൾ ഓർത്തു പോവുകയാണ്. പടിയിറങ്ങിപ്പോകുന്ന ഉണ്ണികൾ എന്നുള്ളതാണ്. അന്ന് വരെ വന്നിരുന്ന 70-കളിൽ ഇറങ്ങിയ ചെറുകഥകളെയും നോവലുകളെയും ആസ്പദമാക്കി സാമൂഹ്യ അവസ്ഥയെ നിരീക്ഷിച്ച ഡോക്ടർ നരേന്ദ്രപ്രസാദ് പറഞ്ഞത് അന്ന് വീട് വിട്ട് പടിയിറങ്ങി പോകുന്ന ഉണ്ണികളുടെ കാലഘട്ടമായിരുന്നു എങ്കിൽ ഇന്ന് വീട്ടിനുള്ളിൽ തളച്ചിടപ്പെടുന്ന ഉണ്ണികളുടെ ഒരു കാലഘട്ടമാണെന്നുള്ളത്. കാര്യം നാം ഇതിനെ ഏറ്റവും പരമപ്രധാനം, ഒരുപക്ഷെ സംസ്ഥാന സർക്കാരുകളോ ഏതെങ്കിലും ഗവേഷണ സ്ഥാപനങ്ങളോ ഇത് സംബന്ധിച്ച് പഠനങ്ങൾ നടത്തിയിട്ടുണ്ടോ എന്ന് പോലും സംശയമുണ്ട്. കാര്യം പോസ്റ്റ് കോവിഡും പ്രീ കോവിഡ് ഇറ എന്ന അർത്ഥത്തിൽ നമുക്ക് ഈ സമൂഹത്തെ രണ്ടായി വിഭജിക്കേണ്ടി വരും. ഇപ്പോൾ ഉള്ള ഈ ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ പഠിക്കുന്ന കുട്ടികൾ, നാം ഇപ്പോൾ കണ്ടത് കേരളത്തിൽ ഈ ചർച്ച വെക്കുന്നത് സ്കൂളുകളിലെയും ഹയർ സെക്കൻഡറി സ്കൂളുകളിലെയും കുട്ടികളിൽ വളർന്നു വരുന്ന അക്രമവാസനയെ തുടർന്നുണ്ടായിട്ടുള്ള വിഷയങ്ങളെ കൂടി പരിഗണിച്ചുകൊണ്ടാണ്. അപ്പൊ സ്വാഭാവികമായും എന്തുകൊണ്ട് ഇത് സംഭവിച്ചു എന്നുള്ളത് കോവിഡ് അനന്തരം സംഭവിച്ചിട്ടുള്ള കുട്ടികൾക്കുണ്ടായിട്ടുള്ള മാനസികമായിട്ടുള്ള ഒരു അരക്ഷിതാവസ്ഥയുണ്ട്. അവർ കോവിഡ് കാലഘട്ടത്തിൽ വീടിനുള്ളിൽ തളച്ചിടപ്പെടുകയും അവർക്ക് ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ ക്ലാസുകൾ നൽകേണ്ട സാഹചര്യം സൃഷ്ടിക്കുകയും ചെയ്തപ്പോൾ സ്വാഭാവികമായും ഗാഡ്ജറ്റുകൾ, ഇതിനാവശ്യമായിട്ടുള്ള മൊബൈൽ ഫോണുകളും ടാബുകളും ലാപ്ടോപ്പുകളും ഒക്കെ കുട്ടികൾക്ക് വളരെ യഥേഷ്ടം കൈകാര്യം ചെയ്യാൻ സൗകര്യം ലഭിച്ചിരുന്ന ഒരു തലമുറയാണ് ഇപ്പോഴത്തെ കുട്ടികൾ. അപ്പൊ സ്വാഭാവികമായും ആ കുട്ടികൾ അതിൽ നിന്ന് എങ്ങോട്ടൊക്കെ സഞ്ചരിച്ചു എന്ന് കണ്ടെത്തുന്നതിനോ ആ സഞ്ചാരപഥങ്ങളിൽ ഇടപെടുന്നതിനോ ഒരുപക്ഷെ നമുക്ക് രക്ഷിതാവെന്ന നിലയിൽ കഴിയാതെ വന്നിട്ടുണ്ട് എന്നുള്ള വലിയ കുറ്റബോധം അക്കാര്യത്തിൽ ഓരോ കുടുംബങ്ങളിലും ഉണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. അപ്പൊ അങ്ങനെ രക്ഷിതാക്കൾ മാത്രമല്ല, മുൻകാലങ്ങളെ അപേക്ഷിച്ച് മുൻപ് കേരളത്തിന്റെ ജീവിത സാഹചര്യം അനുസരിച്ച് രണ്ടറ്റം കൂട്ടിമുട്ടിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഒരു പൊതിച്ചോറുണ്ടാക്കി പൊതിഞ്ഞു കൊടുത്തു വിടുന്നതിന് കഷ്ടപ്പെടുന്ന അമ്മയും അച്ഛനെയുമായിരുന്നു കുടുംബങ്ങളിൽ കണ്ടിരുന്നു എങ്കിൽ ഇന്ന് ആ സ്ഥിതി മാറി. മക്കൾ ആഗ്രഹിക്കുന്നത് എന്തും നേടിക്കൊടുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഒരു ഉയർന്ന മധ്യവർഗ സംസ്കാരം ഭൂരിപക്ഷം ആയി മാറി കേരളത്തിൽ നിന്നൊരു വസ്തുതയാണ്. ആ സാമൂഹ്യ പ്രശ്നത്തെ അഡ്രസ് ചെയ്യാതെ ഈ മയക്കുമരുന്നിന്റെ സ്രോതസ്സുകൾ എന്തും വാങ്ങുന്നതിന് നമ്മുടെ കുട്ടികളുടെ കയ്യിൽ നിർലോഭം പണം എത്തുന്ന സാഹചര്യവും
ആ പണം ലഭിച്ച കുട്ടികൾ അവർ ഏതു വഴിക്ക് തിരിയുന്നതിനുമുള്ള സാഹചര്യം നമ്മുടെ സമൂഹത്തിൽ വന്നു. നാം വളരെ ആശങ്കയോടുകൂടിയാണ് കണ്ടത്. ഒരു കുട്ടികളുടെ സ്കൂളിന്റെ ഫെയർവെൽ പാർട്ടിക്ക് കഞ്ചാവ് കച്ചവടം ചെയ്യുന്നതിന് ആളുകൾ കഞ്ചാവുമായി പുറത്ത് കാത്തു നിൽക്കുന്നു എന്ന് പറയുന്ന സാഹചര്യം നമ്മുടെ ക്യാമ്പസുകളിലും അതുപോലെ അഡ്വക്കേറ്റ് ബി എൻ ഭാസ്കർ, താങ്കൾ ആ സംഭവത്തെ അപലപിച്ചുകൊണ്ടാണ് സംസാരിച്ചത്. കാര്യം ശരിയാണ്. പക്ഷേ നമ്മുടെ അധ്യാപക സമൂഹം, സർക്കാർ സംവിധാനങ്ങൾ ഇത് ആദ്യമായ ഒരു സംഭവമായിരിക്കില്ലല്ലോ. അത്തരത്തിൽ ഈ ഫെയർവെൽ പാർട്ടിക്ക് അതുപോലെ കുട്ടികളുടെ ഒത്തുചേരലിനൊക്കെ കഞ്ചാവടക്കം മയക്കുമരുന്നടക്കം എത്തിക്കുന്ന സംവിധാനങ്ങൾ ഇവിടെ പ്രവർത്തിക്കുന്നു എന്നുള്ളത് അധ്യാപകർക്കും ഒന്നും അറിയാത്ത കാര്യമല്ലല്ലോ. എന്ത് ഇടപെടലാണ് സമൂഹത്തിന്റെ ഭാഗത്തു നിന്ന് ഈ പ്രശ്നങ്ങളിൽ ഉണ്ടാകുന്നത്, പ്രത്യേകിച്ചും അധികാരികളുടെ ഭാഗത്തു നിന്ന്? നിലിമ, ഇതില് ഗുരുശിഷ്യ ബന്ധത്തിൽ വന്നിട്ടുള്ള വലിയൊരു ശിഥിലത സംഭവിച്ചിട്ടുണ്ട്. നേരത്തെ ഗുരുക്കന്മാർക്ക് തങ്ങളുടെ ശിഷ്യന്മാരെ വളരെ കൃത്യത, എന്റെയൊക്കെ തലമുറയുടെ ഓർമ്മയിൽ നിന്ന് പറയുകയാണെങ്കിൽ നല്ലവണ്ണം തല്ലിയ അധ്യാപകരെയാണ് ഇന്നും വളരെ ആദരവോടും സ്നേഹത്തോടും കൂടി ഞങ്ങളൊക്കെ ഓർക്കുന്നത്. നല്ലവണ്ണം തല്ലിയിട്ടുള്ള അധ്യാപകരെ ഇന്ന് വടിയെടുക്കാൻ കഴിയാത്ത അധ്യാപകനാണ്. അവനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ശമ്പളവും വേതന മാത്രത്തെ ആശ്രയിച്ച് ജീവിക്കേണ്ടി വരുന്നവരാണ് ഇന്നത്തെ അധ്യാപകരെ. അതുകൊണ്ടാണ് ഞാൻ മഹാഭൂരിപക്ഷം വരുന്ന അധ്യാപകരും അത്തരത്തിൽ തന്നെയാണെന്നുള്ളത് തന്നെയാണ് എന്റെ കാഴ്ചപ്പാട്. അധ്യാപകൻ മാറിപ്പോയി. അവന്റെ കാര്യം മാത്രം നോക്കുന്നു, കുട്ടികളുടെ കാര്യത്തിലേക്കും. അത് എങ്ങനെയാണ് അധ്യാപകർ ആ വികലമായ ചിന്താധാരയിലേക്ക് അധ്യാപകർ എത്തിപ്പെട്ടത് എന്നതുകൂടി നമ്മുടെ മുന്നിൽ വരേണ്ടതുണ്ട്. കാരണം ഇവിടെ ഒരു പ്രിൻസിപ്പലിന്റെ കസേര കത്തിച്ച സംഭവമുണ്ടായി. പ്രിൻസിപ്പലിന് കുഴിമാടമൊരുക്കിയ വിദ്യാർത്ഥി സമൂഹം നമ്മുടെ മുന്നിലുണ്ട്. അവർക്കെതിരെയൊന്നും ഒരു നടപടിയും സ്വീകരിക്കാത്ത അധികാരി വർഗം ഇങ്ങനെ നിലനിൽക്കുമ്പോൾ അധ്യാപക സമൂഹത്തിന് എങ്ങനെ നിർഭയമായി പ്രവർത്തിക്കാനാകും? അത് വലിയ ചോദ്യമല്ലേ ബി എൻ ഭാസ്കർ? നിലവ സംഘടിത രാഷ്ട്രീയ വിദ്യാർത്ഥി സംഘടനാ പ്രസ്ഥാനങ്ങൾ ക്യാമ്പസുകളിൽ ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ സംവാദത്തിന്റെ ഇടം ക്യാമ്പസുകളിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് വസ്തുത. ഒരുപക്ഷെ നിങ്ങളിപ്പോ സൂചിപ്പിച്ച രണ്ട് ഒറ്റപ്പെട്ട സംഭവങ്ങൾ, ഇങ്ങനെ ഈ ഒറ്റപ്പെട്ട സംഭവങ്ങൾ എടുത്ത് വിദ്യാർത്ഥി സംഘടനകളെ ക്യാമ്പസുകളിൽ നിന്ന് അകറ്റുന്നതിനു വേണ്ടി നടത്തുന്ന സൂചനകളായും അതൊരു പ്രയോഗമായും വരുത്തുന്നത് കൊണ്ടാണ് ക്യാമ്പസുകളിൽ നിന്നും വിദ്യാർത്ഥികൾ ഇപ്പോൾ അരാഷ്ട്രീയവൽക്കരിക്കപ്പെട്ടുള്ളത്. സ്കൂളുകളിലെ വിദ്യാർത്ഥികൾ ഞാനിപ്പോ പലപ്പോഴും വളരെ ആശങ്കയോടുകൂടി, കാര്യം ഒരുപക്ഷെ തലമുറ മാറ്റത്തിന്റെ ഭാഗം കൂടിയായിട്ട് ആവാം അതിനെ കാണേണ്ടത്. നമ്മുടെ സ്കൂളുകളിലും ക്യാമ്പസുകളിലും ഒരു വസ്തുതയെ സംബന്ധിച്ച്, ഒരു വിഷയത്തെ സംബന്ധിച്ച് ചർച്ച ചെയ്യുന്നതിന് പകരം അവിടെ DJ പാർട്ടികൾക്കും, DJ ഒരു മോശം കാര്യമായിട്ടൊന്നും ഞാൻ കാണുന്ന ആളല്ല, പക്ഷെ എന്നിരുന്നാൽ പോലും ക്യാമ്പസുകളിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ സമാപനങ്ങളിൽ പോലും ഇത്തരം DJകളും അതുപോലുള്ള മാസ്മരികമായി ശബ്ദമുയർത്തുന്ന ശബ്ദകോലാഹലങ്ങളോടുകൂടിയുള്ള പ്രവർത്തനങ്ങളുമാണ് പലപ്പോഴും കണ്ടുവരാറുള്ളത്. പുതിയ തലമുറയുടെ ആവേശം അതുതന്നെയാണ്. അതുകൊണ്ടാവാം ഒരുപക്ഷെ അത്തരത്തിൽ വരുന്നത്. പക്ഷെ മുൻകാലങ്ങളിൽ ക്യാമ്പസുകളിൽ അങ്ങനെ ആയിരുന്നില്ല. അവിടെ ലഹരിക്ക് ഒരു സാന്നിധ്യം ഉണ്ടാകുന്ന സാഹചര്യം പോലും ക്യാമ്പസുകളിൽ ഉണ്ടായിരുന്നില്ല. ഞങ്ങളുടെയൊക്കെ തലമുറയുടെ ക്യാമ്പസ് ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം ക്യാമ്പസുകളിൽ മദ്യപിച്ചെത്തുന്നവരെയോ പുകവലിക്കുന്നവരെയോ പോലും ക്യാമ്പസുകളിൽ നിർത്താതിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ക്യാമ്പസ് കാലവും കേരളത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് വസ്തുത കൂടി കേരളത്തിൽ അതൊക്കെ കാണാക്കനിയാണ്. ഈ ചർച്ചയിൽ ഇപ്പോൾ ചേരുന്നത് VSDP നേതാവ് വിഷ്ണുപുരം ചന്ദ്രശേഖരനാണ്. ശ്രീ വിഷ്ണുപുരം ചന്ദ്രശേഖരൻ, അങ്ങ് കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് വാർത്തകളിൽ ഇടം പിടിച്ച ഒരാളാണ്. ലഹരി മാഫിയയുമായി ബന്ധപ്പെട്ട് മകനെതിരെ അത്തരത്തിലൊരു കേസ് വന്നപ്പോൾ വളരെ കൃത്യമായി സമൂഹത്തിന് മുൻപിൽ പറഞ്ഞു, ഒരച്ഛൻ എന്ന നിലയിൽ എനിക്ക് തെറ്റുപറ്റി, പക്ഷേ അവനെ തിരുത്താൻ എനിക്ക് സാധിക്കും. ഇതുപോലെ എത്ര മാതാപിതാക്കൾക്ക് ഇവിടെ കഴിയുന്നുണ്ട് എന്നതാണ് നമ്മുടെ മുന്നിൽ നിൽക്കുന്ന വലിയ വിഷയം. പ്രതിഭ MLA ആ മകനെതിരെ കേസെടുത്ത ഉദ്യോഗസ്ഥർക്കെതിരെ, എക്സൈസ് ഉദ്യോഗസ്ഥരെ മുഴുവൻ ബലിയാടാക്കിക്കൊണ്ട് ഉള്ള നീക്കം പ്രതിഭ MLA ഒരു വശത്ത് നടത്തുമ്പോഴാണ് വിഷ്ണുപുരം ചന്ദ്രശേഖരനെ പോലുള്ള ഒരു പിതാവ് വന്നുകൊണ്ട് എൻ്റെ മകനിതാ തെറ്റുപറ്റി, അവനെ ഞാൻ തിരുത്തുമെന്ന് പറയുന്നത്. ഇതൊരു വകതിരിവിൻ്റെ പ്രശ്നമാണ് എന്നതാണ് ഈ ഘട്ടത്തിൽ പറയേണ്ടത്. ശ്രീ വിഷ്ണുപുരം ചന്ദ്രശേഖരൻ, അങ്ങ് പറഞ്ഞു മകൻ അകപ്പെട്ട ഈ കുടുക്കിനെ കുറിച്ച്, ഇതിൽ മകനെ ഉൾപ്പെടുത്തിയവരെ കുറിച്ച്, ആ മാഫിയയെ കുറിച്ച് വളരെ കൃത്യമായ വിവരങ്ങൾ പോലീസിന് മുൻപാകെ വയ്ക്കുമെന്ന് താങ്കൾ പറഞ്ഞിരുന്നു. ആ വിവരങ്ങൾ
ജനം ടിവിയോട് ഇപ്പോൾ വെളിപ്പെടുത്താൻ കഴിയുമോ? അതുവഴി പ്രേക്ഷകർക്ക് ആ വിവരങ്ങൾ അറിയാൻ കഴിയുമോ? മകൻ പറഞ്ഞ ചില കാര്യങ്ങൾ ഞെട്ടിക്കുന്നതാണ്. ഒരു പുതിയ കാര്യം, എല്ലാ കോളേജുകളിലും അഡ്മിഷൻ സമയത്ത് ഈ ലഹരിയുടെ പ്രധാന ആള് അവരുടെ പൈസയ്ക്ക് അവരുടെ ആളുകൾക്ക് അഡ്മിഷൻ വാങ്ങിച്ചു കൊടുക്കും. അപ്പോൾ ഒരു കോളേജിൽ ലഹരിയുടെ ഒരു സഹായിയായിട്ട് കോളേജിൽ പഠിക്കാനല്ല പോകുന്നത്. അവിടെ പോയി കഴിഞ്ഞാൽ ആ അഡ്മിഷൻ വാങ്ങിച്ചു കൊടുത്ത ആൾ 10 സുഹൃത്തുക്കളെ കണ്ടെത്തും. എങ്ങനെയുള്ള സുഹൃത്തുക്കളാണ്? പോലീസ് ഓഫീസറുടെ മകൻ, വലിയ അഭിഭാഷകന്റെ മകൻ, വലിയ രാഷ്ട്രീയക്കാരൻ്റെ മകൻ, അതുപോലെ ഉന്നതരെന്ന് തോന്നുന്ന ആളുകളെ അവർ കൂട്ടുപിടിക്കും ആ പയ്യൻ. അത് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് പൈസ ചെലവാക്കി അഡ്മിഷൻ വാങ്ങിച്ചു കൊടുക്കുന്ന ആളിനെ അവർ പരിചയപ്പെടുത്തും. അപ്പോഴവർ ഭക്ഷണം കഴിക്കാൻ വിളിക്കും. ഇപ്പോഴത്തെ മന്തിയോ ഗന്തിയോ ഒക്കെ കൂടി വാങ്ങിച്ച് കഴിക്കും. അത് കഴിഞ്ഞിട്ട് പതുക്കെ ബിയർ വാങ്ങിച്ച് കുടിക്കും. ബിയർ കുറ്റമില്ല എന്ന് പറയും കുട്ടികൾ. അത് കഴിഞ്ഞിട്ട് അതിൽ പ്രധാനിയായിട്ടുള്ള ആളുകൾ ആരെങ്കിലും മറ്റൊരു ലഹരി കഴിക്കും. അപ്പോൾ കൂട്ടത്തുള്ളവർ കഴിച്ചു തുടങ്ങും. അങ്ങനെ കൂട്ടത്തുള്ളവരെ കഴിപ്പിച്ച് പറ്റിച്ച് അവസാനം വലിയ കുറ്റത്തിലെത്തുന്ന സമയത്ത് ഈ വലിയ പോലീസ് ഓഫീസറുടെ മകനോ രാഷ്ട്രീയക്കാരൻ്റെ മകനോ കൂടി അകത്ത് പോകും. അപ്പോൾ അവർക്ക് ഊരി വരാൻ എളുപ്പമെന്നുള്ളൊരു ചിന്താഗതി വന്നിട്ടുണ്ട്. ഞാനിത് പോലീസിന് പറഞ്ഞിട്ടുണ്ട്. പോലീസിൻ്റെ ചില ആളുകൾ ഇവിടെ ഭയങ്കരമായിട്ട് ഈ ബിസിനസ് ചെയ്യുന്ന ആളുകളെ കുറിച്ചൊക്കെ ഞാൻ കൈമാറും. മകൻ പറഞ്ഞ പേരുകളെന്ന് പറഞ്ഞത് എനിക്ക് വിശ്വാസമുള്ള ചില ഓഫീസർമാർക്ക് കൈമാറിയിട്ടുണ്ട്. ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോഴും തന്നെ ഇനി കോളേജിൽ ഈ കേട്ടിരിക്കുന്ന ആളുകൾക്ക് പഠിക്കാൻ വിരസതയുള്ള ഇവരുടെ ഏജന്റായിട്ട് അകത്ത് പഠിക്കുന്ന ഈ ആളുകൾക്ക് സപ്ലൈ ചെയ്യുന്ന ആളുകളെ കണ്ടെത്തണം. സർക്കാർ സംവിധാനം ഉണർന്ന് പ്രവർത്തിക്കണം. സർക്കാരിൻ്റെ സംവിധാനങ്ങൾ ഈ കോളേജ് കേന്ദ്രീകരിച്ച് ആരാണ് അവരുടെ സ്പൈ വർക്കർ, ആരാണ് അവർക്ക് ഈ റിക്രൂട്ട് ചെയ്ത് പിള്ളേരെ എത്തിച്ചു കൊടുക്കുന്നത്? അവർക്ക് ഈ വിൽപ്പന വളരെ കൂടുതൽ വരുന്നതിന് വേണ്ടി ആളുകളെ കൂടുതൽ കഴിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഈ ദ്രോഹികളെ, ഈ രാജ്യദ്രോഹികളെ തിരിച്ചറിയണ്ടേ? ഒരു രാജ്യത്തിനെ യൂത്ത് നശിപ്പിച്ചാൽ രാജ്യം നശിക്കും. ഇപ്പൊ യൂത്ത് നശിച്ച്, യൂത്ത് മാത്രമല്ല, ഇന്നലെയൊക്കെ പിടിച്ചതിൽ ഡോക്ടർമാരും ഉണ്ട്. ഈ ഡോക്ടർമാർ ഈ ഓപ്പറേഷൻ ചെയ്താലുള്ള സ്ഥിതി എന്ത്? എല്ലാ മേഖലയിലും തകർച്ചിട്ടുണ്ട്. ഇവിടെ യുവജന സംഘടനകളും രാഷ്ട്രീയക്കാരും എല്ലാം, ഞാനും രാഷ്ട്രീയക്കാരൻ തന്നെ പറയുന്നത് എന്താണ്? ഗ്യാസിന് വില കൂടിപ്പോയി, അരിക്ക് വില കൂടിപ്പോയത്. ഇതെന്ത് കൂടിട്ട്? പക്ഷേ ഒരു സമൂഹം പൂർണ്ണമായിട്ട് നശിച്ചു വെക്കൊണ്ടിരിക്കുകയാണ്. ഇത് സർക്കാർ മാത്രം വിചാരിച്ചാൽ തീരുന്നതല്ല. രക്ഷകർത്താക്കൾ മുന്നോട്ട് വരണം ധൈര്യമായിട്ട്. ഇതൊരു വലിയ കുറ്റമാണ് എന്നൊന്നും ചിന്തിക്കണ്ട. കുറ്റം തന്നെയാണ്, പക്ഷേ ഇത് തിരുത്താവുന്ന കുറ്റമാണ്. പക്ഷേ തിരുത്തപ്പെട്ടില്ലെങ്കിൽ ആയിരക്കണക്കിന് കുട്ടികൾ വീണ്ടും ഇതിലേക്കാവും, കോളേജുകളിലാവും, അതുപോലെ കളിക്കുന്ന സ്ഥലങ്ങളിൽ 17-18 വയസ്സുള്ള കുട്ടികൾ എല്ലാം നശിക്കുന്നു. ആൺകുട്ടികൾ മാത്രമല്ല, പെൺകുട്ടികളും അതുകൊണ്ട്. അപ്പോൾ നമ്മൾ ഈ രാജ്യത്തിന് തന്നെ ബാധിക്കുന്ന ഒരു വിഷയം, ബാക്കി വിഷയം ഒന്നും ഒരു വിഷയമല്ല. ഇന്ന് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാന വിഷയം ലഹരിയിലൂടെ ആളുകൾ നശിക്കുന്നു. അതിനൊരു പോംവഴി നമുക്ക് കണ്ടെത്തിയേ പറ്റൂ. അതിനുവേണ്ടി ഞാൻ എൻ്റെ മകന് മാത്രം ബാധിക്കുന്ന വിഷയമാണെങ്കിൽ ഞാൻ പുറത്തു പറയില്ലായിരുന്നു. എൻ്റെ രാജ്യത്തിന് ബാധിക്കുന്ന വിഷയം, യൂത്ത് നശിക്കുന്ന വിഷയം, അതുകൊണ്ട് ഞാൻ അത് പുറത്തു പറഞ്ഞു. അതുപോലെ എല്ലാ രക്ഷാകർത്താക്കളും മുന്നിലോട്ട് വരണം. അതിൽ ഒരു മോശവും ഉണ്ടാവില്ല. നമുക്ക് അവരെയൊക്കെ വീറും മുഖ്യധാരയിൽ കൊണ്ടുവരാൻ കണക്കിനുള്ള അവരുടെ കൗൺസിലിങ്ങും അതുമൊക്കെ നമുക്ക് ആരംഭിക്കാം. അതാണ് എൻ്റെ പ്രവർത്തന രീതി. അത് മാത്രമല്ല, ഞാനിപ്പോൾ ഇത് മാറണമെങ്കിൽ സർക്കാരിൻ്റെ നടപടിക്കൊപ്പം തന്നെ ഈ മനസ്ഥിതി മാത്രം, ഈ വ്യവസ്ഥിതി മാറിയോ മാത്രം പോരല്ലോ, മനസ്ഥിതി മാറണം. മനസ്ഥിതി മാറണമെങ്കിലോ ഇതിപ്പോൾ സ്വാഭാവികമായിട്ട് ചെറിയൊരു ക്ലാസ് വയ്ക്കും, ഒരു എക്സൈസിൻ്റെ ഇൻസ്പെക്ടർ വന്ന് 2 വാക്ക് പറയും. അത് മാത്രമാണോ പോലീസിൻ്റെ ജോലി? നർക്കോട്ടിക് സെൽ എന്ന് പറയുന്ന ഒരു DYSPയും റൂറലിലും സിറ്റിയിലും ഒക്കെ ഉണ്ടല്ലോ. അവർക്ക് ജീപ്പ് CIമാർ SIമാരൊക്കെ ഉണ്ടല്ലോ. 10-30 അടങ്ങുന്ന ഈ സ്ക്വാഡ് ചെയ്യണ ജോലി എന്തിനാണ്? ഹെൽമെറ്റ് ഇല്ലാതെ പോണവരെ പിടിക്കാനാണോ പോലീസ്? ശ്രീ വിഷ്ണുപുരൻ ചന്ദ്രശേഖരൻ, മകൻ പറഞ്ഞ കാര്യങ്ങൾ അനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായി പോലീസിന് അറിയാവുന്നതല്ലേ? അപ്പോൾ പോലീസ് ഒരു തരത്തിലും ഒരു ഘട്ടത്തിലും ഇത്തരം കാര്യങ്ങളിൽ ഇടപെടുന്നില്ല എന്നാണോ മനസ്സിലാക്കേണ്ടത്? എനിക്ക് മനസ്സിലാവുന്നത് പോലീസുകാർക്കും ഭയമാണ്. അടിയേറ്റു എന്നുള്ള ഭയമല്ല, മാറ്റം കിട്ടും. ചിലപ്പോൾ ചില ആളുകൾ അവസാനം ഇങ്ങനെയൊക്കെ കയറി പിടിച്ചു കഴിഞ്ഞാൽ ചിലപ്പം സസ്പെൻഷൻ ആവും, അല്ലെങ്കിൽ സ്ഥലം മാറ്റം കിട്ടും. ഇങ്ങനെയുള്ള പേടികളുണ്ട്. അല്ലാതെ പോലീസ് അതാണ് ഇവിടുത്തെ ഉദ്യോഗസ്ഥരെ പുറകോട്ട് നയിക്കുന്ന വലിയ ഘടകം. അതിന്റെ ഒരു ഉദാഹരണം നമ്മൾ
അവിടെ ആലപ്പുഴയിൽ കാണുകയാണ്. ശ്രീ ജയചന്ദ്രൻ മാസ്റ്റർ, ഇവിടെയാണ് യു പ്രതിഭ MLA-യുടെ ഇടപെടൽ ഉണ്ടാകുന്നത്. കനിവ് എന്ന മകനെ അറസ്റ്റ് ചെയ്തപ്പോൾ, എക്സൈസ് അറസ്റ്റ് ചെയ്തപ്പോൾ എത്ര ഗ്രാം എന്നുള്ളതാണ് പ്രശ്നം. അതുപോലെ അവിടെ പരിശോധനയ്ക്ക് കൊണ്ടുപോയില്ല എന്നതൊക്കെയാണ് യു പ്രതിഭ പറഞ്ഞു വെക്കുന്നത്. വളരെ കൃത്യമായി തകഴി പാലത്തിന് അടിയിൽ നിന്ന് കനിവടക്കമുള്ള കനിവിനെയും കൂട്ടുകാരെയും എക്സൈസ് പിടിക്കുമ്പോൾ അവരുടെ കയ്യിൽ കൃത്യമായി കഞ്ചാവ് ഉണ്ടായിരുന്നു. ആ കഞ്ചാവ് വലിക്കുന്ന അത് കണ്ട നാട്ടുകാരാണ് എക്സൈസ് ഡിപ്പാർട്ട്മെന്റിന് വിവരം അറിയിക്കുന്നത്. ഒരുപക്ഷെ ആദ്യം ഓടിയെത്തിയ എക്സൈസ് ഉദ്യോഗസ്ഥർക്ക് ഒരുപക്ഷെ ഇത് യു പ്രതിഭ MLA-യുടെ മകനാണ്, VIP-യുടെ മകനാണ് എന്നതൊന്നും അറിയില്ലായിരിക്കാം. കനിവിനെ കസ്റ്റഡിയിലെടുത്തു, കേസാക്കി. ഇപ്പോൾ നോക്കൂ, ആ നടപടിയെടുത്ത എക്സൈസ് ഉദ്യോഗസ്ഥരുടെ അവസ്ഥ എന്താണ്? ഇതാണ് കേരളം അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്. നീലിമ, തീ വിഴുങ്ങിയാണ് കേരളത്തിലെ രക്ഷകർത്താക്കൾ ഇന്ന് കഴിഞ്ഞുകൂടുന്നത്. അവരുടെ കുട്ടികളെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തേക്ക് പറഞ്ഞയക്കുമ്പോൾ ഓരോ വീട്ടിലും ഇന്ന് തീ തിന്നുകയാണ് എന്നുള്ളൊരു പരമാർത്ഥമാണ്. അതിൽ ശ്രീ ആന്റണി സാറ് ചൂണ്ടിക്കാണിച്ച ഒരു ചോദ്യം നമ്മൾ വളരെ ഗൗരവമായിട്ട് കാണേണ്ടതുണ്ട്. സാമ്പത്തികം മാത്രമാണോ ഇതിനുള്ള അജണ്ട? ഇതിന്റെ പുറകിലുള്ളവർക്ക് സാമ്പത്തികം മാത്രമാണോ? അല്ല എന്നതിന് ഒരുപാട് തെളിവുകളും നിരീക്ഷണങ്ങളും നമ്മുടെ മുമ്പിലുണ്ട്. നോക്കൂ, പാലാ ബിഷപ്പ് പറഞ്ഞ ചില വാക്കുകൾ. ഇതിന്റെ പുറകിൽ ഒരു അന്താരാഷ്ട്ര ഗൂഢാലോചനയും അത് സമർത്ഥമായിട്ട് കേരളത്തിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ചില രൂപങ്ങളും നമുക്ക് ദർശിക്കാൻ സാധിക്കും. നോക്കൂ, ഇതിൽ പിടിക്കപ്പെടുന്നവരെ നമ്മൾ പരിശോധിക്കുമ്പോൾ ആ പിടിക്കപ്പെടുന്ന ആളുകൾക്കും ഒരു പ്രത്യേകമായ വേവ് ലെങ്ത്, ഒരു താളം നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പൊ എന്റെ തൊട്ട് മുമ്പ് സംസാരിച്ച വിഷ്ണുപുരം ചന്ദ്രശേഖരൻ ഒരു കാര്യം ചൂണ്ടിക്കാണിച്ചു. നോക്കൂ, അജ്ഞത മാത്രമല്ല, ഒരു നിമിഷം കൊണ്ട് വഴിതെറ്റി പോകുന്നവരല്ല. ഡോക്ടർമാർ, പ്രൊഫഷണലുകൾ, രാഷ്ട്രീയക്കാർ, ഇവരുടെ കൂടെ ചേരുന്ന ആളുകൾ, ഇവരൊക്കെ പരിശോധിക്കുമ്പോൾ പാലാ ബിഷപ്പ് പറഞ്ഞ വളരെ കൃത്യമായ ഒരു ചൂണ്ടുപലക കൂടി നമുക്ക് ഇതിനകത്തുണ്ട്. പിന്നെ ആന്റണി സാറ് പറഞ്ഞൊരു കാര്യം പോലീസ് നടപടികളെ കുറിച്ചാണ്, നമ്മൾ അല്ലെങ്കിൽ എക്സൈസ് നടപടികളെ കുറിച്ചാണ്. ഇത് അറിയണമെങ്കിൽ ഇടതുപക്ഷത്തിന്റെ എക്സൈസ് നിലപാടിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കണം. നോക്കൂ, 2016-ലും 2021-ലും ഇടതുപക്ഷത്തിന്റെ പ്രകടന പത്രികയിൽ ഹസ്കർ അങ്ങനെ എന്താ പറയാ താളത്തെളിയും എല്ലാം പറഞ്ഞു പോകുന്നത് പോലെയല്ല. ഞാൻ ബഹുമാനിക്കുന്ന ഒരു മാധ്യമ നിരീക്ഷകനാണ് സി ഹസ്കർ. അദ്ദേഹത്തിന് ഇവിടെ വന്നിട്ട് അങ്ങനെ മാത്രമേ പറയാൻ പറ്റൂ എന്നുള്ള പരിമിതിയെ കുറിച്ചുള്ള ബോധ്യം എനിക്കുണ്ട്. ഞാൻ ഹസ്കർ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്, സർ, 2016-ലുള്ള ഗവൺമെന്റ് നിലപാട് നമ്മുടെ മുമ്പിലുണ്ട്. എന്താണ് പറഞ്ഞത്? ബോധവൽക്കരണത്തിലൂടെ നമ്മൾ പടിപടിയായി മദ്യത്തിന്റെ ലഭ്യതയും മദ്യത്തിന്റെ ഉപഭോഗവും കുറച്ചു കൊണ്ടുവരും. ഇടതുപക്ഷ ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ ജനങ്ങൾ വിശ്വസിക്കില്ല എന്ന് അറിയാവുന്നത് കൊണ്ടായിരിക്കണം 2 സിനിമാ താരങ്ങളെ, KPSC ലളിത, ഇന്നസെന്റ്, അവരെ 2 പേരെയും എഴുന്നള്ളിച്ചു കൊണ്ടുവന്ന് അവരെ കൊണ്ട് പറയിപ്പിച്ചു, മദ്യത്തിന്റെ ഉപഭോഗം നമ്മൾ കുറപ്പിക്കും, മദ്യത്തിന്റെ ലഭ്യത ഇവിടെ കുറയ്ക്കും. ഇതറിയണമെങ്കിൽ ആന്റണി കൊണ്ടുവന്ന മദ്യനിരോധനത്തിന്റെ ഒരു ചുവട്, അത് പൂർണ്ണമാണ് എന്നത് അത്യധികമാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ അതിന് കുറെ കൂടി ബലം കൊടുത്തുകൊണ്ട് 2012-ൽ UDF-ന്റെ അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പ്രാദേശിക തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരുകൾക്ക്, എന്താ പറയുക, ലോക്കൽ ബോഡി ഗവൺമെന്റുകൾക്ക് മദ്യനിരോധനം നടത്താനുള്ള അധികാരം വകവെച്ചു കൊടുത്തു. ഹസ്കർ അതെന്നാണ് അട്ടിമറിച്ചത് എന്ന് നമ്മൾ ശ്രദ്ധിക്കണം. നോക്കൂ, 2012-ൽ ഉമ്മൻചാണ്ടി കൊണ്ടുവന്ന ഈ നിയമത്തെ ഒരു റംസാൻ മാസത്തില്, നമ്മളിപ്പോഴും റംസാൻ മാസത്തിൽ ഇന്നാ സംസാരിക്കുന്നത്, 2017 റംസാൻ മാസത്തിൽ KT ജലീൽ ഈ നിയമത്തെ അട്ടിമറിക്കുന്നു. അദ്ദേഹം പറഞ്ഞ വാക്ക് പ്രേരിപ്പിച്ച വികാരം എന്താണ്? ഇടതുപക്ഷ ഗവൺമെന്റ് മദ്യമാഫിയയുമായി കൃത്യമായ ഒരു കരാർ ഉണ്ടാക്കി. ഞാൻ പരത്തി പറയുന്നില്ല. ബിജു രാധാകൃഷ്ണൻ കോടിയേരി ബാലകൃഷ്ണനെ കണ്ട് ഭീഷണിപ്പെടുത്തി പറഞ്ഞു, ഞാൻ ചില കാര്യങ്ങൾ പുറത്തുവിടേണ്ടി വരും. നോക്കൂ, അതിനുള്ള പ്രതികരണമായിട്ടാണ് ബിജു രാധാകൃഷ്ണൻ പറയാൻ പോകുന്ന വാക്കുകൾ കേരളത്തെ അന്നത്തെ അധികാരത്തിൽ വന്ന പാർട്ടിക്ക് ഭരണം കിട്ടുന്നതിന് വേണ്ടിയുള്ള എല്ലാ സഹായവും ഒത്താശയും ഞങ്ങൾ ചെയ്തു കൊടുക്കും, അതിനുള്ള രേഖകൾ നമ്മുടെ കയ്യിലുണ്ട്, അത് ഞങ്ങൾ പുറത്തുവിടേണ്ടി വരും. ഈ ഭീഷണിയാണ് ഒരു റംസാൻ മാസത്തിൽ 2017-ൽ KT ജലീലിന്
ഈ നിയമം പ്രാദേശിക ഭരണകൂടങ്ങൾക്കുണ്ടായിരുന്ന നിയമം എടുത്തു കളഞ്ഞു. മാത്രമല്ല, വീണ്ടും നമുക്കറിയാം, നോക്കൂ, കേരളത്തിൽ ഉണ്ടായിരുന്ന അംഗീകൃത പഞ്ചനക്ഷത്ര മദ്യഷാപ്പുകളുടെ എണ്ണം 29 നിന്ന് 800 ചില്ലാണമോ 900 ചില്ലാണമായി ഉയരുന്നതിന്റെ പുറകിലുണ്ടായ വികാരം എന്തൊക്കെയായിരുന്നു? ഇതൊരു ഭാഗം മദ്യത്തിന്റെ ഉപഭോഗവും ലഭ്യതയും കുറയ്ക്കുകയല്ല, മദ്യത്തിനെതിരായുള്ള പ്രചരണങ്ങൾ നടത്തുകയല്ല, മാത്രമല്ല എക്സൈസ് ഡിപ്പാർട്ട്മെന്റും പോലീസും കയ്യും കാലും കെട്ടിയിട്ട അവസ്ഥയിലാണ് അസ്കർ. നോക്കൂ, യു പ്രതിഭയുടെ മകനെ പിടിച്ച എക്സൈസ് ഉദ്യോഗസ്ഥൻ ഇന്ന് നടപടി നേരിടുന്നു. എന്താണ് അദ്ദേഹത്തിനെതിരെയുള്ള കുറ്റം? അദ്ദേഹം മെഡിക്കൽ പരിശോധന നടത്തിയില്ല എന്ന്. ഞാൻ അസ്കറിനെ വെല്ലുവിളിക്കുന്നു. കേരളത്തിലെ ഏതെങ്കിലും ഒരു മൈനർ ആക്ഷൻ ഈ കേസില് കേരളത്തിൽ വിചിത്രമായ നിയമം കൂടിയുണ്ട്. പിടിക്കപ്പെടുന്ന പ്രതിയുടെ അനുമതിയോടുകൂടി മാത്രമേ മെഡിക്കൽ പരിശോധന നടത്താൻ പാടുള്ളൂ. അതായത് കുറ്റവാളി സമ്മതം കൊടുത്താൽ, രേഖാമൂലം സമ്മതം കൊടുത്താൽ മാത്രമേ രക്തപരിശോധന നടത്താൻ സാധിക്കൂ. ഞാൻ അസ്കറിനോട് ക്ഷമാപൂർവ്വം ചോദിക്കുന്നു, വെല്ലുവിളിക്കാന്ന പദം ഞാൻ പ്രയോഗിക്കുന്നില്ല. കേരളത്തിൽ എവിടെയെങ്കിലും ഇങ്ങനെ ഒരു മെഡിക്കൽ പരിശോധന നടത്തിയ അനുഭവം ഉണ്ടോ? ഇല്ലെന്ന് മാത്രമല്ല, ഗവൺമെന്റിന് ഇതിനുള്ള മനോഭാവത്തെ കുറിച്ച് വളരെ കൃത്യമായിട്ട് ഞാൻ പറയും. എന്താണ്? ഞാൻ ചോദിക്കട്ടെ അസ്കർ, ഈ ഗവൺമെന്റിന്റെ മദ്യത്തോടുള്ള നയം എന്താണ്? നിലപാട് എന്താണ്? മദ്യാസക്തിയുള്ള ജനമുറയെ കുറയ്ക്കാനാണോ? അതല്ല, ഒരു തലമുറ മുഴുവൻ വെള്ളം കുടിച്ച് മദ്യം കുടിച്ച് മരിച്ചാലും വേണ്ടിയില്ല, അവരിൽ നിന്നും കിട്ടുന്ന വൻപിച്ച നികുതി വരുമാനം ഗവൺമെന്റിന് വരണമെന്ന ആഗ്രഹമാണോ ഗവൺമെന്റ് ഉള്ളത്? നോക്കൂ, കേരളത്തില് ഓരോ ജില്ലകളിലും വിമുക്തി ഡി അഡിക്ഷൻ സെന്ററുകളുണ്ട് അസ്കർ. ഞാൻ അങ്ങയെ വെല്ലുവിളിക്കുന്നു, കേരളത്തിലെ ഏതെങ്കിലും ഒരു ഡി അഡിക്ഷൻ സെന്ററിൽ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റോ സൈക്കാട്രിക് സോഷ്യൽ വർക്കറുടെയോ തസ്തിക നികത്തിയിട്ടുണ്ടോ? ഞാൻ കോഴിക്കോട് സംസാരിക്കുന്നത്. കോഴിക്കോട് ബീച്ച് ആസ്പത്രിക്ക് അടുത്താണ് വിമുക്തി ഡി അഡിക്ഷൻ സെന്റർ ഉള്ളത്. അവിടെ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ഇല്ല, സൈക്കാട്രിക് സോഷ്യൽ വർക്കർ ഇല്ല. കേരളത്തിൽ 3 സ്ഥലത്ത് റീജിയണൽ കൗൺസിലിംഗ് സെന്റർ ഉണ്ട്. തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട്. 2 വീതം കൗൺസിലർമാർ അവിടെ വേണം. എവിടെയെങ്കിലും ആ പോസ്റ്റിൽ ഇന്ന് ആളുകൾ ഇരിക്കുന്നുണ്ടോ? പകരം ആ ഡ്യൂട്ടിയും കൂടി എക്സൈസ് ഡിപ്പാർട്ട്മെന്റിന്റെ തലയിൽ വെച്ചിരിക്കുന്നു. മാത്രമല്ല, വിചിത്രമായ മറ്റൊരു കഥ കൂടിയുണ്ട്. ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ഇല്ലെങ്കിലും അവിടെ വിമുക്തി കോർഡിനേറ്റർ എന്ന പോസ്റ്റിൽ ആളെ നിശ്ചയിച്ചിട്ടുണ്ട്. ശമ്പളവുമാണ്, രാഷ്ട്രീയ നിയമനത്തിന് വലിയ ശമ്പളമാണ്. 27,000 രൂപയാണ് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിന് ഗവൺമെന്റ് കൊടുക്കാമെന്ന് പറയുന്നത്. അവിടെ നിശ്ചയിച്ചിട്ടില്ല. പകരം വിമുക്തി കോർഡിനേറ്റർക്ക് 50,000 രൂപ കൺസോളിഡേറ്റഡ് പേ. അത് പാർട്ടി നിയമനമാണ്. അത് CPM എഴുതി കൊടുക്കുന്നയാളെ നിശ്ചയിക്കുകയാണ്. കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഈ പോസ്റ്റ് ഫില്ലാണ്. ഏത്? വിമുക്തി കോർഡിനേറ്റർ പോസ്റ്റ് കേരളത്തിൽ മുഴുവൻ ഫിൽഡാണ്. അവർക്ക് 50,000 രൂപ സർക്കാരിന്റെ ഫണ്ടിൽ നിന്നും മാസാമാസം എടുത്തു കൊടുക്കുമ്പോൾ ഒരു ക്ലിനിക്കൽ സൈക്കാട്രിസ്റ്റിന് കൊടുക്കാൻ 27,000 രൂപ നീക്കി വെച്ചത് അത് കൊടുക്കാതിരിക്കാൻ ആ അപ്പോയിന്റ്മെന്റ് പോലും മാറ്റിവെക്കുന്നു. ഇപ്പൊ നമ്മൾ ചർച്ച ചെയ്യുന്നത് എന്താണ്? കുട്ടികളുടെ ഈ വഴിതെറ്റി പോകുന്നതിനെ കുറിച്ചാണ്. ഞാൻ കൃത്യമായി പറയുന്നു, കേരളത്തിലെ എക്സൈസ് ആക്ട് പ്രകാരം, ഞാനൊരു അധ്യാപകനായി റിട്ടയർ ചെയ്ത ആളാണ്. സ്കൂളിന്റെ എല്ലാ കടകളിലും എഴുതി വെക്കണം, ഇവിടെ നിരോധിച്ച പുകയില ഉൽപ്പന്നങ്ങളോ മറ്റ് സാധനങ്ങളോ വിൽക്കുന്നില്ല എന്ന്. അങ്ങനെ ഏതെങ്കിലും ഒരു പരിശോധന ആത്മാർത്ഥമായി കേരളത്തിൽ നടന്നത് ചൂണ്ടിക്കാണിക്കാൻ ഞാൻ അസ്കറിനെ ക്ഷമാപൂർവ്വം ഞാൻ ഈ അവസരം അദ്ദേഹത്തെ വിനിയോഗിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അങ്ങനെ ഏതെങ്കിലും ഒരു കടയിൽ നിന്ന്, സ്കൂൾ പരിസരത്തുള്ള 200 മീറ്റർ ചുറ്റളവിലുള്ള ഒരു കടയിൽ നിന്ന് ഏതെങ്കിലും ലഹരി പദാർത്ഥങ്ങൾ കണ്ടെടുക്കപ്പെടുകയാണെങ്കിൽ ആ സ്ഥാപനത്തിന്റെ ലൈസൻസ് ഡീബാർ ചെയ്യും. പിന്നെ ആയുഷ്കാലം മുഴുവൻ അത് കിട്ടില്ല. ഞാൻ അസ്കറിനോട് ചോദിക്കുന്നത്, കേരളത്തിലെ ഏതെങ്കിലും ഒരു സ്കൂളിന്റെ പരിസരത്ത് നിന്നും എക്സൈസ് പാർട്ടി ഇങ്ങനെ പരിശോധന നടത്തിയിട്ട് ഏതെങ്കിലും ഒരു സ്ഥാപനത്തിന്റെ, ഒരു ചെറിയ കടയുടെ ലൈസൻസ് റദ്ദ് ചെയ്തത് കേരളത്തിൽ പറയാൻ സാധിക്കുമോ? ഇന്ന് നമ്മൾ കുട്ടികൾ അടിച്ചു കൊന്നതിന്, ഒരു ചെറുപ്പക്കാരന് ഇത്രയും പേരെ കൊന്നതിനൊക്കെ നമ്മൾ വാചാലരാവുകയാണ്. അതിന് കേരളത്തിലെ എക്സൈസ് പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ പരോക്ഷവും പ്രത്യക്ഷവുമായ പിന്തുണയില്ലേ? മാത്രമല്ല, ഇതിനകത്ത് സാധാരണയാണ്. എന്നെ അത്ഭുതപ്പെടുത്തിയത്, ഞാൻ അന്ന് തന്നെ ആലോചിച്ചതാണ്, ഒരു തിരുവനന്തപുരത്ത് 23 വയസ്സുള്ള ഒരു യുവാവ്
ഏതാണ്ട് 6 മണിക്കൂറോ 7 മണിക്കൂറോ എടുത്തിട്ട് പിതാവ്, തന്റെ കാമുകി, തന്റെ അനുജൻ, അദ്ദേഹത്തിന്റെ ഭാര്യ, അമ്മയുടെ അച്ഛന്റെ ചേട്ടന്റെ അമ്മ, ഒരു ശബ്ദം പോലും പുറത്തു വരാതെ ഈ ഹാമർ കൊണ്ട് അടിച്ചു കൊല്ലാൻ സാധാരണ ഒരു വികാരം കൊണ്ട് ചെയ്യുന്ന ഒരാൾക്ക് അത് തന്നെയാണ് ടി പി ജയേന്ദ്രൻ മാസ്റ്റർ ഇന്ന് BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ ചൂണ്ടിക്കാണിച്ച വാക്കുകൾ വളരെ ശ്രദ്ധേയമാണ് ഇക്കാര്യത്തിൽ. അതായത് ഇങ്ങനെ ഒരു ചെറുപ്പക്കാരന് ഇത്ര നിർദാക്ഷിണ്യം സ്വന്തം കുടുംബാംഗങ്ങളെ വകവരുത്തണമെങ്കിൽ വളരെ കൃത്യമായി പരിശീലനം കിട്ടിയ ആളായിരിക്കാം. PFIയുടെ സ്ലീപ്പർ സെല്ലുകളടക്കം പ്രവർത്തിക്കുന്ന ഒരു സംസ്ഥാനമാണ് ഇത്. അതുകൊണ്ട് ഇക്കാര്യത്തിൽ വളരെ കൃത്യമായ അന്വേഷണം വേണമെന്ന് BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ ആവശ്യപ്പെട്ട സാഹചര്യവുമുണ്ട്. ശ്രീ ടി പി ജയേന്ദ്രൻ മാസ്റ്റർ, ഞാൻ അവിടത്തേക്കാണ് വരുന്നത്. ഇന്നത്തെ കാര്യങ്ങൾ അപഗ്രഥനം നടത്തിക്കൊണ്ട് BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞതും ഏതാനും മാസങ്ങൾക്ക് മുമ്പ് പാലാ ബിഷപ്പ് പറഞ്ഞത് ഒന്നായിരുന്നില്ലേ? അന്ന് ബിഷപ്പിനെതിരെ പരസ്യമായിട്ട് അദ്ദേഹത്തെ വരിഞ്ഞു മുറുക്കാൻ, അദ്ദേഹത്തെ ഇല്ലായ്മ ചെയ്യാൻ, ഭീഷണിപ്പെടുത്താൻ കേരളത്തിൽ ഒരു പറ്റം ആളുകൾ ഉണ്ടായിരുന്നു. ഇന്ന് കെ സുരേന്ദ്രൻ പറഞ്ഞത് എന്താണ്? ഇപ്പൊ നോക്കൂ, എന്റെ വീടിനടുത്തുള്ള ഒരു വിദ്യാലയത്തിൽ പഠിക്കുന്ന ഒരു മകനാണ്. ഞാൻ ആ വീട്ടിൽ ഇന്നലെ പോയി. കരഞ്ഞ കണ്ണുകളുമായിട്ട് ബാപ്പയും ഉമ്മയും കരയുന്ന കാണുമ്പോൾ നമുക്ക് സങ്കടമുണ്ട്. പക്ഷെ ചോദ്യം, എങ്ങനെയാണ് ഈ ചെറുപ്പക്കാർ ഇങ്ങനെ വഴിതെറ്റി പോകുന്നത്? അവർ കേവലം ഒരു ഐമിഷികമായ വികാര പ്രകടനം കൊണ്ടാണോ അല്ലയോ എന്നുള്ളത് ഉത്തരവാണ് ഞാൻ നേരത്തെ പറഞ്ഞ വെഞ്ഞാറമൂട് സംഭവം സുരേന്ദ്രൻ ചൂണ്ടിക്കാണിക്കുന്നത്. 23 വയസ്സുള്ള ചെറുപ്പക്കാരൻ, സ്വന്തം ഉമ്മ, ബാപ്പ, അല്ലെങ്കിൽ ഉമ്മയുടെ ബാപ്പ, ആ വീട്ടിൽ തന്നെയുള്ള 3 സ്വന്തം കാമുകി, എന്തിന് സ്വന്തം ചോരയിൽ പറന്ന അനിയൻ ഇങ്ങനെ ഹാമർ കൊണ്ട് അടിച്ചിട്ട് അസ്കറെ ഒരു സാധാരണ മനുഷ്യന് സാധിക്കുമോ ഇങ്ങനെ കൊല്ലാൻ? അഥവാ ഇങ്ങനെ ഒരു വീട്ടിലെ 3 പേരെ കൊന്നിട്ട് മറ്റേ ആൾക്ക് നിലവിളി കേൾക്കാനുള്ള അവസ്ഥയിൽ ഉണ്ടായോ? കേരളത്തിൽ വളരെ കൃത്യമായിട്ട് അങ്ങ് വാഗമൺ മുതൽ നടന്ന പരിശീലനത്തിൽ നിന്നും കിട്ടിയ വിവരങ്ങളാണോ? ഈ ചെറുപ്പക്കാരൊക്കെ ഏറ്റവും കൂടുതൽ സ്ലീപ്പർ സെല്ലുകളിൽ നിന്ന് പരിശീലനം കിട്ടിയിട്ട് മാറിയിട്ടുണ്ടോ? അതിനുള്ള ധനാഗമന മാർഗമായിട്ട് ഇവരെ ഉപയോഗിച്ചുകൊണ്ട് കേരളത്തില് ഈ നാർക്കോട്ടിക് ജിഹാദിന് വേണ്ടിയുള്ള ഒരു പ്രവർത്തനം നടക്കുന്നുണ്ടോ? ഈ പണം എവിടത്തേക്കാണ് പോകുന്നത്? ഇതൊക്കെ പരിശോധിക്കാൻ കേരളത്തിലെ ഗവൺമെന്റിന് തന്റെ ഇടവും ധൈര്യവും ഇല്ലെന്ന് മാത്രമല്ല, അവർ ഭയക്കുന്നു എന്നാണ് നമ്മളിപ്പോ. ആ ഭയമാണ് നമ്മെയും അലട്ടുന്നത്, നമ്മളെ ആശങ്കപ്പെടുത്തുന്ന ആ ഭയമാണ്. അഡ്വക്കേറ്റ് BN ഹസ്കറിലേക്കാണ്. അഡ്വക്കേറ്റ് BN ഹസ്കർ, പാലാ ബിഷപ്പാണ് ആദ്യം ഇക്കാര്യത്തിൽ പറഞ്ഞത്. നാർക്കോട്ടിക് ജിഹാദ് കേരളം ഭരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. അദ്ദേഹത്തെ സംഘപരിവാറിന്റെ കയ്യിലെ ടൂൾ എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തെ അപഹസിക്കാൻ എത്ര വലിയ ശ്രമമാണ് കേരളത്തിൽ നടന്നത്. ഇപ്പോൾ നോക്കൂ, BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ തന്നെ വളരെ കൃത്യമായി പറയുകയാണ്, ഇവിടെ ഈ മയക്കുമരുന്ന് മാഫിയയുടെ പുറകിലുള്ളത് മതതീവ്രവാദ ശക്തികളാണ്. ഇത് വളരെ കൃത്യമായ അന്വേഷണത്തിലൂടെ പുറത്തു കൊണ്ടുവരണം. ഹസ്കറിലേക്ക് എത്തുന്നതിന് മുമ്പ് ആദ്യം BJP സംസ്ഥാന അധ്യക്ഷന്റെ വാക്കുകൾ കൂടി നമുക്കൊന്ന് കേൾക്കാം. ഇന്നേ വരെ ഉണ്ടാവാത്ത കാര്യമാണ്. ഏത് LP UP സ്കൂളിന് മുമ്പിൽ പോലും കേരളത്തിൽ MDMA അടക്കമുള്ള മാരകമായ രാസലഹരികൾ കുട്ടികൾക്ക് നിർബാധം ലഭിക്കുന്നു. എവിടെ കൈനീട്ടിയാലും കുട്ടികൾക്ക് ലഭിക്കുന്നു. വൻതോതിലുള്ള മയക്കുമരുന്ന് സംഘങ്ങൾ യാതൊരു തരത്തിലുള്ള തടസ്സവുമില്ലാതെ കേരളത്തിൽ പ്രവർത്തിക്കുന്നു. ഇതൊന്നും ഒരു സാധാരണ സംഭവമല്ല. ഇതിനൊക്കെ പിന്നിൽ വലിയ വലിയ ശക്തികളുണ്ട്. കേരളത്തിൽ മയക്കുമരുന്ന് ഇടപാടിന് നേതൃത്വം നൽകുന്നത് മതഭീകരവാദ സംഘടനകൾ ഉൾപ്പെടെയുള്ള ആൾക്കാരാണ്. ഒരു അന്വേഷണവും ഈ പിണറായി വിജയൻ നടത്തുന്നില്ല. യെസ്, അഡ്വക്കേറ്റ് BN ഹസ്കർ, അങ്ങേക്ക് എന്താണ് ഇക്കാര്യത്തിൽ മറുപടി? നിലിമ, ഞാൻ അതിന് മറുപടി പറയുന്നതിന് മുമ്പ് ഏറ്റവും പരമപ്രധാനമായ ഒരു ഈ ചർച്ചയുടെ മറ്റൊരു ഭാഗത്ത് വന്ന ഒരു ആരോപണം എന്ന് പറയുന്നത് സഖാവ് U പ്രതിഭ MLA മകൻ കനിവിനെ സംബന്ധിച്ചാണ്. 9 പേരടങ്ങുന്ന ആ സംഭവത്തിൽ 9 പേരെയാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ആ അറസ്റ്റ് ചെയ്യുകയും കേസെടുക്കുകയും ചെയ്തത്. ആ കേസെടുത്തതിൽ 2 പേരുടെ കൈകളിൽ നിന്ന് മാത്രമാണ് മയക്കുമരുന്ന് ലഭിച്ചിട്ടുള്ളത്. ബാക്കി 7 പേരെ ഇന്ന് ഒഴിവാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടെന്നാൽ ആ വിവരവും വാർത്ത വന്നിട്ടുണ്ട്. എന്നിട്ടും നിങ്ങൾ കനിവിനെ പേരെടുത്തു പറയുകയും എക്സൈസ് ഡിപ്പാർട്ട്മെന്റിന്റെ FIR കണ്ടിരുന്നില്ലേ? FIRൽ എന്താണ് പറഞ്ഞിരുന്നത്? 9 പേരിൽ നിന്നായി കനിവിന്റെ കൈവശം കഞ്ചാവ് ഉണ്ടായിരുന്നു എന്ന് FIR പറയുന്നുണ്ടല്ലോ. ഒരു തെറ്റിദ്ധാരണ പറയരുത്. കനിവിന്റെ കയ്യിൽ കഞ്ചാവ് ഉണ്ടെന്ന് ആ ഒക്കറൻസ് റിപ്പോർട്ടിൽ ഇല്ല. എന്റെ കയ്യിലുണ്ട്. അങ്ങേക്ക് വേണമെങ്കിൽ ഞാൻ ഇപ്പൊ അയച്ചുതരാം.
കനിവിന്റെ കയ്യിലല്ല, ആ കൂട്ടത്തിലുണ്ടായിരുന്ന 2 കുട്ടികളുടെ കയ്യിൽ ഇതുണ്ടായിരുന്നു, കഞ്ചാവ് ഉണ്ടായിരുന്നു. ആ 2 കുട്ടികളുടെ ഒപ്പം മൊത്തം 9 കുട്ടികളുണ്ടായിരുന്നു. 7 പേരെ അതിൽ നിരപരാധികളാണ്. അവർ അറിഞ്ഞിട്ട് പോലുമില്ല ഈ മറ്റ് 2 കുട്ടികളുടെ കയ്യിൽ ഈ കഞ്ചാവ് ഉണ്ടായിരുന്നു എന്നുള്ള വിവരം. അവരെ പരസ്യമായി വലിക്കുകയോ ഉപയോഗിക്കുകയോ ഉപയോഗിച്ചില്ല എന്നതിന്റെ വ്യക്തമായ അന്വേഷണ സംഘങ്ങളുടെ മുഴുവൻ ആളുകളുടെയും മൊഴികളുടെ കൂടി അടിസ്ഥാനത്തിലാണ് കനിവിനെ നിരപരാധിയാണെന്ന് കണ്ട് ഈ കേസിൽ നിന്ന് ഒഴിവാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല, അതിന്റെ അന്വേഷണ ഉദ്യോഗസ്ഥ ഡെപ്യൂട്ടി കമ്മീഷണർ സ്ഥലം മാറ്റിയത് അദ്ദേഹത്തിന്റെ കൂടി ആവശ്യപ്രകാരം ഈ ദിവസങ്ങൾക്ക് മുമ്പുള്ള അപേക്ഷയുടെ അടിസ്ഥാനത്തിലാണ് ചെയ്യുന്നത്. ഈ കേസ് എടുക്കുന്നതിനും ദിവസങ്ങൾക്ക് മുമ്പ് അദ്ദേഹം എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് നൽകിയിട്ടുള്ള ഒരു അപേക്ഷയുണ്ട്. അതടക്കം പൊതുമധ്യത്തിൽ വന്നതാണ്. എന്നിട്ടും ആ കേസ് എടുത്തതിന്റെ പേരിൽ അദ്ദേഹത്തെ മാറ്റി ട്രാൻസ്ഫർ ചെയ്യിച്ചു എന്നുള്ളതാണ്. ഒരു മകൻ നിരപരാധിയായ മകൻ അപരാധിയാണ് എന്ന് ചിത്രീകരിക്കപ്പെടുമ്പോൾ ഏതൊരമ്മയും വികാരപ്രകടനം നടത്തുന്നത് പോലെ പ്രതിഭയും വികാരപ്രകടനം നടത്തിയിട്ടുണ്ട്. ആ വികാരപ്രകടനത്തെ തെറ്റായി ധരിച്ചുകൊണ്ടാണ് നിങ്ങൾ ഇത് എങ്ങനെയാണ് സാർ വിശ്വസിക്കുക? ഒരു കൂട്ടമായിരുന്ന വിദ്യാർത്ഥികൾ അവിടെ ഇരുന്നു കൊണ്ട് ഈ ചെറുപ്പക്കാർ അവിടെ ഇരുന്നു കൊണ്ട് ഈ തകഴി പാലത്തിന് സമീപം ഇരുന്നു കൊണ്ട് പുകവലിക്കുകയാണ്. ഇത് കഞ്ചാവാണെന്ന് ശ്രദ്ധയിൽപ്പെട്ട നാട്ടുകാർ എക്സൈസ് ഡിപ്പാർട്ട്മെന്റിനെ വിവരം അറിയിക്കുന്നു. ആ സംഘത്തിൽ നിന്നും പിടിച്ചെടുക്കുന്നത് കഞ്ചാവാണ്. കഞ്ചാവ് പിടിച്ചെടുത്തിട്ടില്ല എന്ന് പറയുന്നില്ലല്ലോ. അപ്പോൾ കനിവ് കൂടി ഉൾപ്പെട്ട ആ സംഘത്തിൽ നിന്ന് കനിവിനെ മാത്രം വിമോചിപ്പിക്കണമെങ്കിൽ അത് കനിവ് എക്സൈസ് വകുപ്പ് പ്രതിഭയോട് കാണിച്ച ഒരു കനിവായി മാത്രമേ കേരളം വിലയിരുത്തുകയുള്ളൂ. ഒരിക്കലല്ല. ഏതൊരാൾ നിരപരാധിയാണെങ്കിലും ഒരുപക്ഷെ ഒരു MLA എന്ന നിലയിൽ, ഭരണകക്ഷിയുടെ MLA എന്ന നിലയിൽ, ആലപ്പുഴയിൽ സ്വാധീനമുള്ള വ്യക്തി എന്ന നിലയിൽ അറസ്റ്റ് ചെയ്യുന്ന നിമിഷം തന്നെ ആ കേസെടുപ്പിക്കാതിരിക്കാനുള്ള സ്വാധീനം ചെലുത്താൻ കഴിയില്ലേ? ചെയ്തോ? അങ്ങനെ ചെയ്തതായി നിങ്ങൾക്കൊരു പരാതി ഉണ്ടോ? കനിവിനെ അടക്കം പേരെടുത്ത് പറഞ്ഞല്ലേ നിങ്ങൾ ഇപ്പോഴും ആക്ഷേപിച്ചുകൊണ്ടേയിരിക്കുന്നത്? ഒരു ചെറുപ്പക്കാരൻ, ആ അമ്മ ആ വികാരപ്രകടനം നടത്തി. ആ ചെറുപ്പക്കാരൻ നിരപരാധിയാണെന്നേ. നിങ്ങൾ ആ കായംകുളത്ത് ചെന്ന് ആ ചെറുപ്പക്കാരൻ പഠിച്ചിരുന്ന സ്ഥാപനങ്ങളെ, നിങ്ങൾക്ക് അന്വേഷണാത്മക പത്രപ്രവർത്തനങ്ങളല്ലേ, തിരക്കി നോക്കൂ. ഇപ്പൊ നേരത്തെ പറഞ്ഞല്ലോ, നേരത്തെ ഒരു രക്ഷിതാവ് തന്നെ ഇവിടെ ഇരുന്ന് പറയുന്നു, ഈ കൂട്ടത്തിലേക്ക് ഇങ്ങനെ ആളുകളെ കടത്തിവിടും. ഇത്തരത്തിൽ കടത്തിവിട്ടപ്പെട്ട ആളുകളായിരിക്കും ആ 2 കുട്ടികൾ. അവരുടെ കൈവശത്തു നിന്നാണ് കഞ്ചാവ് പിടിച്ചത്. ഒരു തെറ്റും ചെയ്യാത്ത ഒരു കുട്ടിയുടെ പേര് ഒരേ ഒരു തെറ്റാണ്, പ്രതിഭയുടെ മകനായി പോയി എന്നുള്ള ഒരൊറ്റ തെറ്റ് മാത്രമേ കനിവ് ചെയ്തിട്ടുള്ളൂ. പക്ഷേ പ്രതിഭയുടെ ആ നിലപാടിനെ അന്ന് CPM ജില്ലാ സെക്രട്ടറി നാസർ അടക്കം അത് അവരുടെ മാത്രം അഭിപ്രായമാണ്, പാർട്ടിയുടെ അഭിപ്രായമാണ് എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞിരുന്നു. നിശ്ചയമായും അത് പാർട്ടിയുടെ അഭിപ്രായമല്ലെന്നേ. പ്രതിഭ പറഞ്ഞിട്ടുള്ള കാര്യം അവരൊരു അമ്മ എന്ന നിലയിൽ അവർ ആ വികാര പ്രകടനം നടത്തി. ഒരുപക്ഷെ അത് പറയുമ്പോ അത് പാർട്ടിയുടെ നിലപാടല്ല. മയക്കുമരുന്ന് എന്ന് പറയുന്നത് അതിനെ ഓൺ ചെയ്തുകൊണ്ട് അതിലെ കുറ്റവാളികളെ രക്ഷിക്കുന്നതിന് വേണ്ടി ഒരു നിലപാട് പാർട്ടി മകനെതിരെ അന്വേഷിച്ച ശേഷമാണ്, കനിവിനെതിരെ അന്വേഷിച്ച ശേഷമാണ് എക്സൈസ് കേസെടുത്തതെന്നും അന്ന് ജില്ലാ സെക്രട്ടറി ആയിരുന്ന R നാസർ പറഞ്ഞിരുന്നു. ഇതൊക്കെ CPM ജില്ലാ നേതൃത്വം വളരെ കൃത്യമായി അറിഞ്ഞുകൊണ്ടല്ലേ ഇപ്പോൾ യു പ്രതിഭ വലിയ സമ്മർദ്ദം ചെലുത്തി, എക്സൈസിന് മേൽ വലിയ സമ്മർദ്ദം ചെലുത്തി. അങ്ങനെ എക്സൈസ് കമ്മീഷണറുടെ കയ്യിൽ നിന്നും അത്തരത്തിലുള്ള റിപ്പോർട്ട് വാങ്ങിച്ചിരിക്കുകയാണ്. ഞാൻ അങ്ങയിലേക്ക് എത്താം. ആന്റണി സാർ, എങ്ങനെയാണ് ഈ കേസിനെ അങ്ങ് കാണുന്നത് ഈ വിഷയത്തിൽ? അല്ല, ഈ MLA-യുടെ മകൻ അതിന് ഉൾപ്പെട്ട ഒരു കേസ് ആദ്യം എടുക്കുകയും അതിനുശേഷം പിന്നീട് MLA-യുടെ മകനും അതുപോലെ തന്നെ ഇപ്പം അഡ്വക്കേറ്റ് ഹസ്കർ പറഞ്ഞതുപോലെ ഈ 7 കുട്ടികളെയും വെറുതെ വിട്ടുവെന്ന് പറയുന്നുണ്ട്, അല്ലെങ്കിൽ അവരെ ഉൾപ്പെടുത്താതെ കേസ് മുന്നോട്ട് പോകുന്നുവെന്ന് പറയുന്നുണ്ട്. അപ്പം പക്ഷേ ഒരു കൂട്ടമായിട്ടിരുന്ന് അല്ലെങ്കിൽ ഒരു 9 പേരുടെ സംഘമായിട്ടിരുന്ന് അവരെന്ത് ചെയ്തിരുന്നു എന്നുള്ളതാണ് അതിലെ ഒരു വിഷയം. അവരെന്താണ് ചെയ്തിരുന്നതെന്നുള്ളത്. അതിൽ 2 കുട്ടികളുടെ കയ്യിൽ നിന്ന് മാത്രമേ അത് ലഭിച്ചിട്ടുള്ളൂ എങ്കിലും അവർ തമ്മിൽ അവരെന്തായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് എന്നുള്ളത് പ്രസക്തമാണ്. അതിനെ സംബന്ധിച്ച് പോലീസ് അല്ലെങ്കിൽ എക്സൈസ് കൃത്യമായിട്ടൊരു അന്വേഷണം നടത്തിയിട്ടുണ്ടാവും. പക്ഷെ എന്നിരുന്നാലും നേതാക്കളുടെ മക്കൾ അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട ആളുകളുടെ മക്കൾ ഇതിലേക്ക് ഉൾപ്പെടുമ്പോൾ അതിനകത്ത് ആക്ഷേപം വരുമെന്നുള്ളതും അതൊരു തെറ്റായ സന്ദേശം മറ്റുള്ളവർക്ക് ആകുകയും ചെയ്യുമെന്നുള്ളത് ഒരു വിഷയം തന്നെയാണ്. തീർച്ചയായിട്ടും അങ്ങനെയുള്ള വിഷയങ്ങൾ വരുമ്പോൾ അല്ലെങ്കിൽ വരുന്നതിന് മുമ്പോ നമ്മൾ ശ്രദ്ധിക്കപ്പെടേണ്ടതായിട്ടുണ്ട്.
അതാണ് അതിനകത്ത് വരുന്നത്. ഇപ്പൊ നിയമപരമായിട്ട് അത് എന്താണ് ചെയ്തിരിക്കുന്നതെന്ന് കൃത്യമായിട്ട് നമുക്കറിയാൻ സാധിക്കില്ല. FIR എടുത്തു, അതിനുശേഷം അതിലെ 7 പേർക്ക് അതിനകത്ത് അവർ ഉൾപ്പെട്ടിട്ടില്ല എന്ന് അന്വേഷണത്തിൽ തന്നെ വെളിവായാൽ അത് ഒഴിവാക്കി വിടുന്ന സാഹചര്യം ഇതിനു മുമ്പും ശ്രീ കെ എം ആന്റണി, ഇക്കാര്യത്തിൽ വൈദ്യപരിശോധന പോലും നടത്തിയില്ല, അത് മനഃപൂർവ്വമാണ് എന്നുള്ള ആരോപണം അന്നേ ഉയർന്നിരുന്നതാണ്. അല്ല, വൈദ്യപരിശോധന നടത്തണോ വേണ്ടയോ എന്നുള്ളത് അവരുടെ ഒരു വിവേചനാധികാരത്തിൽ പെട്ടതാണ്. എക്സൈസ് ഡിപ്പാർട്ട്മെന്റിലോ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെയോ. പിന്നെ മയക്കുമരുന്ന് കഴിച്ചാൽ ബ്ലഡ് പരിശോധിച്ചു കഴിഞ്ഞാലും അതിന്റെ കൃത്യമായ വിവരം കിട്ടണമെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പോൾ അതിനേക്കാൾ ഉപരി സാഹചര്യങ്ങളും മറ്റുള്ള തെളിവുകളുമാണ് ആശ്രയിക്കാൻ പറ്റുന്നത്. അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ അവർ വൈദ്യപരിശോധനയ്ക്ക് അയക്കാതിരുന്നിട്ടുള്ളത്. പക്ഷേ ഈ നടപടിയെ കേരളം കാണുന്നത് അധികാര തണലിൽ നിന്നുകൊണ്ട് ഒരു MLA മകനെ കഞ്ചാവ് കേസിൽ നിന്ന് രക്ഷിച്ചെടുക്കുന്നതാണ്. അഡ്വക്കേറ്റ് BN ഹസ്കറിലേക്ക് തന്നെയാണ്. ശ്രീ ഹസ്കർ, ഞാൻ നേരത്തെ പറഞ്ഞ അതേ വാദഗതിയിലേക്ക് വന്നാൽ, നേരത്തെ നാർക്കോട്ടിക് ജിഹാദ് എന്ന ആരോപണം ഉന്നയിച്ചത് പാലാ ബിഷപ്പായിരുന്നു. ഇന്ന് കെ സുരേന്ദ്രൻ വളരെ കൃത്യമായി ഇക്കാര്യത്തിൽ ഇത് മത തീവ്രവാദവുമായി വളരെയധികം ബന്ധമുണ്ട് എന്ന് പറയുകയാണ്. ആഗോള ഭീകരതയും ഈ ലഹരി മാഫിയയും തമ്മിൽ അനിഷേധ്യമായ അവിഭാജ്യമായ ഒരു ബന്ധം നിലനിൽക്കുന്ന ഒരു ആഗോള സാഹചര്യവും നമ്മുടെ മുന്നിലുണ്ട്. എങ്ങനെയാണ് BJP സംസ്ഥാന അധ്യക്ഷന്റെ വാക്കുകളെ അങ്ങ് കാണുന്നത്? അതല്ല, സുരേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം പ്രചരിപ്പിക്കുന്നതിന് ഏതൊക്കെ അവസരത്തിൽ ലഭ്യമാകുമോ അതൊക്കെ ശ്രമിക്കുന്നു എന്നുള്ളത് അത് തെറ്റില്ല. അദ്ദേഹത്തിന് ശ്രമിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. നാർക്കോട്ടിക് ജിഹാദ് എന്നും ലവ് ജിഹാദ് എന്നും ഒക്കെ ഉള്ള പുതിയ പദപ്രയോഗങ്ങൾ സമൂഹത്തിൽ കേൾക്കാൻ തുടങ്ങിയിട്ട് കുറെ നാളുകളായി. പക്ഷെ യാതൊരുവിധ തെളിവും ഇല്ല എന്ന് ഇന്ത്യൻ പാർലമെന്റിനുള്ളിലും അതുപോലെ തന്നെ ആഭ്യന്തര വകുപ്പും പലപ്പോഴും പറഞ്ഞു വെച്ചിട്ടുള്ള കാര്യം. ഇപ്പോ കേരള സംസ്ഥാനത്ത് മാത്രമല്ല ഇത്തരത്തിൽ മയക്കുമരുന്നിന്റെ ലഭ്യതയെ സംബന്ധിച്ച് പറഞ്ഞില്ല. നമ്മുടെ കേരള സംസ്ഥാനത്ത് ഇന്ത്യ ഒട്ടാകെ പിടിച്ചിട്ടുള്ള മയക്കുമരുന്നിന്റെ പരിശോധിക്കുമ്പോൾ 60 കോടി രൂപയുടെ മാത്രമാണ് കേരളത്തിൽ നിന്ന് പിടിച്ചിട്ടുള്ളത്. മനസ്സിലായില്ലേ? അപ്പോ ആ കണക്ക് തന്നെ സൂചിപ്പിക്കുന്നത് മറ്റു സംസ്ഥാനങ്ങളിൽ ആകമാനമാണ് ഇത്തരത്തിൽ പ്രവർത്തനം നടക്കുന്നത്. BJP ഭരിക്കുന്ന UP-യിൽ നിന്നും അതുപോലെ ബീഹാർ, ജാർഖണ്ഡ്, ഉത്തരാഖണ്ഡ്, പഞ്ചാബ്, ഡൽഹി തുടങ്ങിയിട്ടുള്ള സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ മയക്കുമരുന്നിന്റെ ക്വാണ്ടിറ്റി പിടിക്കപ്പെട്ടിട്ടുള്ളത്. അഡ്വക്കേറ്റ് BN ഹസ്കർ, പഞ്ചാബിനെ കുറിച്ച് പറയുമ്പോൾ പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന രാജ്യമാണ്. അതുപോലെ തന്നെയാണ് മറ്റ് സംസ്ഥാനങ്ങളുടെ കാര്യം എടുക്കുകയാണെങ്കിലും അങ്ങനെ തന്നെയാണ്. നമുക്കറിയാം, ഗുജറാത്ത് ഏറ്റവും കൂടുതൽ മയക്കുമരുന്ന് വേട്ട നടക്കുന്നത് ഗുജറാത്ത് സംസ്ഥാനത്താണ്. അവിടെ കടൽ മാർഗവും അതുപോലെ അതിർത്തി വഴിയും ഇവിടേക്ക് വൻതോതിൽ ലഹരി എത്തുന്നുണ്ട്. അത് എവിടെയാണ് അതിൻ്റെ സോഴ്സ് എന്നുള്ളത് നമുക്ക് വളരെ കൃത്യമായി അറിയാം. എത്രയോ പാകിസ്ഥാനികളാണ്, അഫ്ഗാനിസ്ഥാനികളാണ് ഈ മയക്കുമരുന്ന് വേട്ടയുമായി ബന്ധപ്പെട്ട് ഇവിടെ പിടികൂടപ്പെട്ടിട്ടുള്ളത്. നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോയുടെ ഉദ്യോഗസ്ഥരൊക്കെ വലിയ രീതിയിൽ റെയ്ഡ് നടത്തുകയും കോടിക്കണക്കിന് രൂപ, 10,000 കോടി രൂപയുടെ മയക്കുമരുന്നുകൾ ഈ സംസ്ഥാനങ്ങളിൽ നിന്ന്, അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങളിൽ നിന്ന് പിടിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനെ കേരളത്തിലെ കണക്കുമായി താരതമ്യം ചെയ്യുന്നത് അത് ശരിയാകില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയല്ല നീലിമ, ഇതിന് ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെയെങ്കിൽ ഈ പറയുന്ന നാർക്കോട്ടിക് ജിഹാദ് ഗുജറാത്തിലാണല്ലോ ഉണ്ടാവേണ്ടത്. നിങ്ങൾക്ക് ഈ സുരേന്ദ്രൻ പറഞ്ഞ ആരോപണത്തെ ശരിവെക്കുകയാണെങ്കിൽ നാർക്കോട്ടിക് ജിഹാദ് ഉണ്ടാവേണ്ടത് ഏറ്റവും പരമപ്രധാന ഗുജറാത്തും UP-യും പഞ്ചാബും തുടങ്ങിയുള്ള സംസ്ഥാനങ്ങളാണ്. കേരളത്തിൽ ഇത് എന്തുകൊണ്ട് പറയുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കേരളത്തിലെ ന്യൂനപക്ഷ സാന്നിധ്യത്തെ കണ്ടുകൊണ്ടും ആ ന്യൂനപക്ഷ സാന്നിധ്യത്തെ ന്യൂനപക്ഷ സാന്നിധ്യമില്ലേ, ഗുജറാത്തിൽ ന്യൂനപക്ഷ സാന്നിധ്യമില്ലേ, കേരളത്തിൽ മാത്രം എന്താണ് അത്തരത്തിലൊരു സവിശേഷതയുള്ളത്? കേരളത്തിലെ കണക്കുകൾ UP-യിലെയും മറ്റു സംസ്ഥാനങ്ങളെയും അപേക്ഷിച്ച് വ്യത്യാസമുണ്ട്. കേരളത്തിൽ എങ്ങനെ സംഘടിത ഭൂരിപക്ഷ മതത്തെ എങ്ങനെ സംഘടിപ്പിക്കാൻ കഴിയുമെന്നുള്ള പുതിയ ഒരു പരീക്ഷണശാലയായി കേരളം ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. സംഘപരിവാർ വർഷങ്ങളായി, ഏകദേശം 100 കൊല്ലത്തെ ഏറ്റവും കൂടുതൽ RSSന് ശാഖകളുള്ള ഒരു സംസ്ഥാനം കേരളമാണ്. എന്നിട്ട് പോലും കേരളത്തിൽ രാഷ്ട്രീയ സാന്നിധ്യം അറിയിക്കുന്നതിന് കഴിയാതെ വന്നത് കേരളത്തിൽ ഇടതു വലതുപക്ഷത്തിനിടയിലുള്ള മലയാളി സമൂഹത്തിലെ വലിയ തോതിലുള്ള മതനിരപേക്ഷ മാനസികാവസ്ഥയാണ്. അത് എങ്ങനെ ഇല്ലായ്മ ചെയ്യാം എന്നുള്ളതിന്റെ പരിശ്രമ ഫലമായിട്ടാണ് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. പാലാ ബിഷപ്പ് ഉന്നയിച്ചാലും അത് സുരേന്ദ്രൻ ഉന്നയിച്ചാലും അതിന്റെ ലക്ഷ്യം ഒന്ന് തന്നെയാണ്. അതുകൊണ്ട് അത്തരം പരീക്ഷണ വാക്കുകൾ സമൂഹമാകമാനം തള്ളിക്കളഞ്ഞ വാക്കുകളാണ്.
ഇന്ത്യൻ പാർലമെന്റിനുള്ളിൽ ശ്രീ അമിത്ഷാ തന്നെ പറഞ്ഞിട്ടുണ്ട് ലവ് ജിഹാദ് എന്ന് പറയുന്നതും നാർക്കോട്ടിക് ജിഹാദ് എന്ന് പറയുന്നതുമായിട്ടുള്ള ഒന്നും തെളിവ് നാളിതുവരെ ഇന്റലിജൻസ് ബ്യൂറോയ്ക്ക് ലഭിച്ചിട്ടില്ലാത്ത തെളിവുകളാണ് ഇപ്പൊ സുരേന്ദ്രൻ പറഞ്ഞു വെക്കുന്നത്. ഇപ്പൊ ഉദാഹരണത്തിന് വെഞ്ഞാറമൂട് കൊലപാതകത്തിലെ അഫ്സാന്റെ ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ പ്രവർത്തനമോ ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ ബന്ധങ്ങളുള്ളതായോ ഇതുവരെ ഒരു മാധ്യമവും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. സുരേന്ദ്രൻ പറയുന്നു അയാൾക്ക് ഏതോ തരത്തിൽ PFIയുടെ പരിശീലനം ലഭിച്ചു, അതുകൊണ്ടാണ് കിറ്റിയെ ഭ്രാന്താന്ന് ആ പയ്യന്. ഭ്രാന്തല്ലായിരുന്നു എങ്കിൽ ശത്രുക്കളെ പോലും കൊല്ലാൻ ധൈര്യം കാണിക്കാതിരിക്കുന്ന ഒരാൾ എന്തിനാണ് ഇത്രയും മിത്രങ്ങളെ തന്നെ കൊന്നു തള്ളിയത്? അതും ഒറ്റയടിക്കുക. ഇത് ഏതോ ഗെയിമുകളിൽ നിന്ന് ഊർജം ഉൾക്കൊണ്ടുകൊണ്ട് അങ്ങനെ ചെയ്തു വെച്ചു പോയതാണ് ആ പയ്യൻ. അപ്പൊ സ്വാഭാവികമായും അത്തരത്തിൽ അതിനെ സമീപിക്കുക. ഇത്തരം മാനസികാവസ്ഥ എങ്ങനെ നമ്മുടെ കുഞ്ഞുങ്ങളിലേക്ക് എത്തി എന്നുള്ളതാണ് നാം പരിഹരിക്കുന്നത്. ഇതിനൊന്നും രാഷ്ട്രീയ സമസ്യകൾക്ക് ഉത്തരം തേടുന്നതിനുള്ള അവസരമായി ഇതിനെ കാണരുത്. ആ രാഷ്ട്രീയ സമസ്യക്ക് വളരെ കൃത്യമായ ഉത്തരം തേടേണ്ടതുണ്ട്. അഡ്വക്കേറ്റ് BN ഹസ്കർ, ഇവിടെയാണ് ശ്രീ TP ജയചന്ദ്രൻ മാസ്റ്റർ ഇവിടെ നവോത്ഥാനത്തിന്റെ പേരിൽ ഇവിടെ കാട്ടിക്കൂട്ടിയ വിക്രിയകൾ നമ്മൾ കാണേണ്ടത്. ചുംബന സമരം കണ്ടു, ആർത്തവാഘോഷം കണ്ടു, ഇതിലെല്ലാം നിറഞ്ഞു നിന്ന വ്യക്തിത്വങ്ങളെ നമ്മൾ കണ്ടു. ഇവരൊക്കെ പല ഘട്ടങ്ങളിൽ ഈ മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലാകുന്ന സാഹചര്യങ്ങളെല്ലാം നമ്മൾ കണ്ടതാണ്. യഥാർത്ഥത്തിൽ ഒരു തരത്തിൽ അരാജകവാദം സൃഷ്ടിക്കാൻ ഈ നവോത്ഥാന പ്രവർത്തനങ്ങൾ കേരളത്തിൽ വഴിവെച്ചു എന്നത് അന്നേ സംഘപരിവാർ സംഘടനകൾ പറയുന്നതാണ്. അത് ശരിയാണെന്ന് കാലം തെളിയിച്ചു കൊണ്ടിരിക്കുന്ന നാളുകളിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നോക്കൂ, വളരെ കൃത്യമായി ഭാരതീയ ജനതാ പാർട്ടി പറയുന്ന കാര്യങ്ങൾ ഇന്ന് സാക്ഷ്യപ്പെടുത്തുകയാണ് കേരളത്തിലെ പൊതുസമൂഹം. ഈ അസ്കർ പറയുന്നത് അദ്ദേഹത്തിന് ഒരുപക്ഷെ ഇത്തരം ഒരു ചർച്ചയിൽ വന്ന് ഇടതുപക്ഷ നിരീക്ഷകൻ എന്ന നെറ്റിപ്പട്ടം വെച്ചിട്ട് പറയുന്നത് പരിമിതി ഉണ്ടാകാം. പക്ഷെ ചില യാഥാർത്ഥ്യങ്ങളോട് നമുക്ക് കണ്ണടയ്ക്കാൻ കഴിയുമോ അസ്കർ? നോക്കൂ, കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇത്തരത്തിൽ കാര്യങ്ങളല്ലേ. ഇന്നലെ തന്നെ നോക്കൂ, 10ാം തരത്തിൽ പഠിക്കുന്ന 2 കുട്ടികൾ അവരാണ് പറയുന്നത് ഒരു ഒരു ബൾക്കായിട്ടുള്ള ഒരു സംഘർഷത്തിൽ കൊല്ലപ്പെട്ടാൽ പോലും അത് ശിക്ഷിക്കപ്പെടാൻ പോകുന്നില്ല. സർ, എവിടുന്ന് കിട്ടുന്നു ഈ കുട്ടികൾക്ക് ഇത്രയും വലിയ ജ്ഞാനവും ഇത്രയും വലിയ പഴുതുകൾ എവിടുന്നാണ് കിട്ടുന്നത്? മാത്രമല്ല, ഇപ്പൊ നമ്മൾ ഒറ്റപ്പെട്ട സംഭവം എന്ന് പറഞ്ഞ് തള്ളിക്കളയും. സർ, 23 വയസ്സ് പ്രായമുള്ള ഒരു ചെറുപ്പക്കാരന് സ്വന്തം കൂടപ്പിറപ്പിനെയും സ്വന്തം കാമുകിയെയും ഉമ്മയെയും പിതൃ സഹോദരനെയും അദ്ദേഹത്തിന്റെ കുടുംബത്തെയും ഒക്കെ കേവലം ഒരു ചുറ്റിക കൊണ്ടടിച്ച് അവരുടെ ഒരു ഞെരങ്ങൽ പോലും പുറത്തു വരാതെ ഇത്ര ശാസ്ത്രീയമായിട്ട് എവിടെ ഇടിക്കണം, എത്ര ശബ്ദം പുറത്തു വരാതിരിക്കാൻ എന്ത് ചെയ്യണം എന്നിത്യാദി കാര്യങ്ങൾ ചെയ്യാൻ ഒരു കേവലം, മാത്രമല്ല അസ്കർ പറയുന്നതിന് വിഭിന്നമല്ലേ, അദ്ദേഹത്തെ പരിശോധിച്ച ഭ്രാന്തൻ എന്ന് നിങ്ങൾ പറയുമ്പോഴും അദ്ദേഹത്തെ പരിശോധിച്ച സൈക്കോളജിസ്റ്റുകളും സൈക്യാട്രിസ്റ്റും പറഞ്ഞ എന്താണ്? അദ്ദേഹത്തിന്റെ മനോനിലയ്ക്ക് യാതൊരു തരത്തിലുള്ള കുറവുമില്ല. ഇപ്പോഴും അസ്കറിനെ പോലെ ഞാൻ ഏറെ ബഹുമാനിക്കുന്ന ഒരു നിരീക്ഷകനാണ് ഹസ്കർ, നിങ്ങൾ എന്തിനാണ് ഇത്തരം ആളുകളെ ന്യായീകരിക്കുന്നതിന്? കേരളത്തിലെ സൈക്കോളജിസ്റ്റും സൈക്യാട്രി വകുപ്പിന്റെയും ഡോക്ടർമാരെ സാക്ഷ്യപ്പെടുത്തിയ അദ്ദേഹത്തിന്റെ മനോനിലയ്ക്ക് യാതൊരു തെറ്റുമില്ലെന്ന് പറഞ്ഞ അദ്ദേഹത്തെ ഈ ചർച്ചയിൽ വന്നിട്ട് ഭ്രാന്തൻ എന്ന് വിളിച്ച നിങ്ങൾ അദ്ദേഹത്തെ പ്രൊട്ടക്ട് ചെയ്യുമ്പോൾ ഇത് തന്നെയാണ് നമ്മുടെ ഭയം. എനിക്ക് ന്യൂനപക്ഷത്തോടുള്ള വെറുപ്പാണെന്ന് പറഞ്ഞ് കഴുതലും സർ, പാലാ ബിഷപ്പാരാണ്, അദ്ദേഹം ഭൂരിപക്ഷമാണ്, അദ്ദേഹം ഈ രാജ്യത്തെ ഭൂരിപക്ഷ സമുദായത്തിൽപ്പെട്ടയാളാണ്. മാത്രമല്ല, ഒരുപക്ഷെ നിങ്ങളീ പറഞ്ഞ ഭൂരിപക്ഷത്തിൽപ്പെട്ട ആളുകളെ എത്ര പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോയി എന്ന കണക്കൊന്നും ആരുടെയും കയ്യിൽ ക്രോഡീകരിച്ച് കിട്ടാൻ പറ്റില്ല. പക്ഷെ ഞാൻ ഉത്തമ ബോധ്യത്തോടെ പറയും, കേരളത്തിലെ ഓരോ ബിഷപ്പ് ഹൗസിലും ഓരോ അവരുടെ ഇടവകയ്ക്കകത്തും എത്ര പേര് എങ്ങോട്ടൊക്കെ പോയി, അവരുടെ മതത്തിൽ നിന്നും പുറത്തേക്ക് എത്ര പോയി, അവരെത്ര കൊണ്ടുവന്നു, അതിൽ സ്ത്രീ എത്ര, പുരുഷൻ എത്ര, ഹിന്ദുവിലേക്ക് പോയതെത്ര, ഹിന്ദുക്കൾ ക്രിസ്ത്യാനിയായതെത്ര, ക്രിസ്ത്യാനി ഹിന്ദുക്കളായതെത്ര, മുസ്ലിങ്ങളിൽ നിന്നും അവരുടെ സമുദായത്തിലേക്ക് വന്നതെത്ര, അവിടെ തിരിച്ചു പോയതെത്ര എന്നതിന് ഞാൻ ഉത്തമ ബോധ്യത്തോടെ പറയുന്ന കൃത്യം കണക്കുണ്ട് സർ. അവരുമായി ബന്ധപ്പെടുത്തുന്ന അവരുടെ ഭാഗത്തുനിന്ന് സ്റ്റാറ്റിസ്റ്റിക്സ് കറക്റ്റ് ചെയ്തിട്ടാണ് ഞാൻ പറയുന്നത്. പാലാ ബിഷപ്പും അല്ലെങ്കിൽ ഇവരൊന്നും വെറുതെ വായി തോന്നിയത് വിളിച്ചു പറയുകയല്ല. They have their own clear evidences and data. അത് വെച്ചാണ്, ഒരുപക്ഷെ തെളിയിക്കാൻ കുറയുന്നതിൽ പരിമിതികൾ ഉണ്ടാകാം. ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ കേരളത്തിലെത്തുന്നു. മാത്രമല്ല, ഇപ്പൊ തന്നെ നമ്മൾ പറയുന്നത് എന്താണ്? ഒരു MLA-യുടെ മകനായതുകൊണ്ടല്ലേ ഹസ്കറെ ഈ കുട്ടി ഇങ്ങനെ രക്ഷപ്പെട്ടത്? അല്ലാതെ ഇരുന്നെങ്കിൽ എന്നും. ഇനി എക്സൈസ് ഡിപ്പാർട്ട്മെന്റിന് ഇത് പരിശോധിക്കാൻ ഇത് നൽകുന്ന സന്ദേശം എന്താണ്? നാളെ ഏതെങ്കിലും ഒരു എക്സൈസ് ഉദ്യോഗസ്ഥന്
ഒരു 5-8 കുട്ടികളെ ഒന്നിച്ച് കാണുന്ന അവർ പുകവലിക്കുകയും അത് കഞ്ചാവാണ് ഉത്തമ ബോധ്യം ഉണ്ടായിട്ട് അവരെ പിടിച്ചുകൊണ്ടുവന്ന് അവരുടെ പേരിൽ FIR ഇടാൻ ആർക്ക് ധൈര്യം ഉണ്ടാകും? മാത്രമല്ല അസ്കറിനെ ഞാൻ ഒന്നും കൂടി ഓർമ്മപ്പെടുത്തുന്നു, കേരളത്തിൽ പരിശോധിക്കാനുള്ള പ്രാകൃതമായ നടപടികളാണ് എക്സൈസ് ഡിപ്പാർട്ട്മെന്റിൽ ഉള്ളത്. ഞാൻ ആധികാരികതയോടെ പറയും, ചെറിയ കേസുകളെ എബൺ കിറ്റ് ABBON ആ കിറ്റ് ഉപയോഗിച്ചാണ് അത്രേ എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് ഇവന്റെ ഉള്ളിൽ ചെന്ന രാസ ലഹരിയെ കുറിച്ച് പരിശോധിക്കുന്നത്. ഞാൻ എക്സൈസ് ഡിപ്പാർട്ട്മെന്റുമായി സംസാരിച്ച് ബോധ്യപ്പെട്ട കാര്യമാണ് പറയുന്നത്. ഒരു സ്പോഞ്ച് പോലുള്ള ഒരു വസ്തുവാണ് എബൺ കിറ്റ്. അത് അവര് വായിലിട്ട് ചവയ്ക്കാൻ ആവശ്യപ്പെടും. ചവച്ചു കഴിഞ്ഞാൽ അവരുടെ ഉമിനീരിന് ഇതുമായി ഉണ്ടാക്കുന്ന മാറ്റത്തെ കുറിച്ചാണ് എടുത്തിട്ടാണ് പോലീസ് കേസുകാർ ചെയ്യുന്നത്. ഞാൻ ചോദിച്ചു, ഈ പോലീസ് വക്കീലിനോട്, അസ്കറും ഒരു വക്കീലാണല്ലോ, സർ ഈ എബൺ കിറ്റിന്റെ പരിശോധന ആധികാരികമായിട്ട് കോടതി അംഗീകരിക്കുമോ? എന്തുകൊണ്ടാണ് കേരളത്തിലെ എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് ഇത്തരം ഒരു പ്രാകൃതമായ, നേരത്തെ ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രി ആഭ്യന്തരമന്ത്രി പറഞ്ഞ കാര്യമുണ്ട്, നവീന സാങ്കേതിക വിദ്യ, നവീന പരിശോധനകൾ, കർക്കശമായ നിലപാടുകൾ, അങ്ങനെ സംശയിക്കപ്പെടുന്ന ആളുകളെ ഇത്തരത്തിൽ അന്വേഷണത്തിന്റെയും അതിന്റെ പുറകിലേക്കും പോയി അന്വേഷിച്ച് വിത്തും വേരും ചികഞ്ഞു കണ്ടെത്തുമ്പോഴാണ് ഒരു ഭരണകൂടത്തിന്റെ പ്രവർത്തനങ്ങൾ നാർക്കോട്ടിസത്തിനെതിരായി മാറുന്നത്. ഇവിടെയോ അന്വേഷിക്കാൻ പോയ ഉദ്യോഗസ്ഥന്റെ പേരിൽ സാങ്കേതികത്വം പറഞ്ഞ് അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തുന്നു. ഞാൻ ചോദിക്കട്ടെ അസ്കറെ, ഈ കേരളത്തിൽ മാത്രമല്ലേ ഈ കുറ്റം സമ്മതിച്ച് ഫൈൻ അടച്ച് ഇത്ര ലളിതമായി ഓടിപ്പോരാൻ എക്സൈസ് ഉദ്യോഗസ്ഥന്മാരും പോലീസിന്റെയും സമ്മർദ്ദം ചെലുത്തുന്ന സ്റ്റേറ്റിൽ ഇന്ത്യയിൽ വേറെ എവിടെയെങ്കിലും ഉണ്ടോ? ഇതിന്റെ സന്ദേശം എന്താണ്? വെറുതെ അല്ല നമ്മുടെ കുട്ടികൾ വഴിതെറ്റി പോകുന്നത്, വെറുതെ അല്ല നമ്മുടെ കുട്ടികൾ ഈ പിടിച്ചെടുക്കുന്നതിന് അളവ് വർദ്ധിക്കുന്നത്, തലമുറ വൈമാറുന്നത്. അതിന് നമ്മൾ അധ്യാപക വിദ്യാർത്ഥികളെ കുറിച്ചുള്ള പഴയ സങ്കല്പം ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ ഇന്ന് ഭാഗ്യം കൊണ്ട് രക്ഷപ്പെടുകയാണ്. സത്യത്തിൽ ഞാൻ നേരത്തെ റിട്ടയർ ചെയ്ത് പോയിട്ടില്ലായിരുന്നെങ്കിൽ അസ്കർ ഈ പറയുന്ന മാതിരി ആത്മാർത്ഥയുടെ അധ്യാപക ജീവിതം നടത്താൻ കഴിയില്ല. അധ്യാപകരുടെ ഒരു മാനസികാവസ്ഥ. ശ്രീ വിഷ്ണുപുരം ചന്ദ്രശേഖരൻ, പാലാ ബിഷപ്പാണ് നാർക്കോട്ടിക് ജിഹാദ് എന്ന പദം നമ്മുടെ മുന്നാകെ വെക്കുന്നത്. അതിനെതിരെ വലിയ വിമർശനം അദ്ദേഹത്തിന് നേരിടേണ്ടതായി വന്നു. ഇവിടെ ഇടത് വലത് മുന്നണികൾ അദ്ദേഹത്തെ വളഞ്ഞിട്ടാക്രമിക്കുന്ന സ്ഥിതി വന്നു. ഇപ്പോൾ ഇന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രന്റെ വാക്കുകളിലും അതേ രാഷ്ട്രീയം തന്നെയാണ് അദ്ദേഹം പ്രകടമാക്കിയത്. നോക്കൂ, ഈ നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോയുടെ ഒരു കണക്കനുസരിച്ച് 2024 പിടിച്ചെടുക്കുന്നത് 25,330 കോടി രൂപയുടെ ഡ്രഗ്സ് ആണ്. കഴിഞ്ഞ വർഷം, അതായത് 2023 നോക്കുമ്പോൾ 16,100 കോടി രൂപയുടെ ഡ്രഗ്സ് മാത്രം പിടിച്ചെടുക്കുന്നു. അതായത് മുൻ വർഷത്തെ അപേക്ഷിച്ച് 55% വർധനവ് ഈ മയക്കുമരുന്ന് വേട്ടയുടെ കാര്യത്തിൽ ഉണ്ടാവുകയാണ്. അതായത് ഇന്ത്യയുടെ യുവത്വത്തെ, അവരുടെ സിരകളെ നശിപ്പിക്കാൻ പാകത്തിൽ വൻതോതിൽ ഭാരതത്തിലേക്ക് ഇങ്ങനെ മയക്കുമരുന്ന് അനുസ്യൂതം കടന്നു വരികയാണ്. നമ്മുടെ കുടുംബങ്ങളെയൊക്കെ അങ്ങേയറ്റം ബാധിക്കുന്ന രീതിയിൽ ഒരു പുരോഗമനാത്മക സമൂഹം സ്വപ്നം കണ്ടു നീങ്ങുന്ന ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഇത് എത്രമാത്രം വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്? ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ അങ്ങയുടെ വിശകലനം. അല്ല, ഇത് എല്ലാവരും ഒന്നിച്ച് മുന്നോട്ട് വന്ന് ഇത് പ്രതിരോധിക്കണമെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കാരണം ഇത് നമ്മുടെ രാജ്യത്തിന് തന്നെ ബാധിക്കുന്ന രീതിയിലാണ്. ഇപ്പോൾ ചെറിയ തുകയ്ക്ക് ഈ പറയുന്ന ലഹരി വസ്തുക്കളൊക്കെ കൊണ്ട് പെട്ടെന്ന് അതിൽ നിന്ന് ലാഭം ഉണ്ടാക്കാമെന്ന് ചിന്തിക്കുന്ന ഒരു സമൂഹം വളരെ കൂടുതൽ വിദ്യാർത്ഥികളിലൊക്കെ വന്നിരിക്കുന്നു. നമുക്ക് ഇതിനെ തടയണമെങ്കിൽ ഇപ്പം വ്യവസ്ഥിതി വലുതായിട്ട് മാറിയിട്ട് കൊണ്ടൊന്നും അല്ല, മനസ്ഥിതിയും കൂടി മാറണം. ഈ മനസ്ഥിതി മാറണമെങ്കിലോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൂടെ ആ ഗുരുക്കന്മാർക്ക് ആ നഷ്ടപ്പെട്ട വടി തിരിച്ചു കൊടുക്കണം. ആ വടി, ചെറിയ കാര്യം. ഒരു കുട്ടിയെ, എൻ്റെ നാട്ടിൽ ഞങ്ങളൊക്കെ കാലഘട്ടത്തിൽ ഒരു കേശവൻ നായർ സാർ എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. അദ്ദേഹം ഒരു വടിയും കൊണ്ട് നടക്കും, ആരെയും അടിക്കണ ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ എല്ലാവരും അത് ഭയപ്പെടും. എൻ്റെ നാട്ടിൽ തന്നെ വേറൊരു കൃഷ്ണനാടാർ സാർ എന്ന് പറഞ്ഞ ഒരാളുണ്ട്. അദ്ദേഹം ഒരു കിഴുക്ക് കൊടുക്കും ഈ കയ്യിൽ. ഇപ്പോഴാരെങ്കിലും കിഴുക്കി കഴിഞ്ഞാൽ രാവിലെ വിദ്യാർത്ഥി സംഘടനയൊക്കെ ബഹളമാവും, രക്ഷാകർത്താവ് ബഹളമാവും, അദ്ദേഹത്തിനെ ജയിലിലാക്കാൻ. ബാലാവകാശ കമ്മീഷൻ, ഒരുപാട് കമ്മീഷനൊക്കെ ഉണ്ട് കേരളത്തിൽ. ഇതൊന്നും ഈ സമൂഹത്തിനെ ഉയർത്താൻ പറ്റുന്ന രീതിയിൽ ഒരു കമ്മീഷനും ഇവിടെ ഇല്ല എന്നുള്ളതാണ്. നമുക്ക് തന്നെ ഇത് ഒന്ന് ചിന്തിച്ചാൽ, നമുക്കിത് മാറ്റണമെന്നൊന്ന് ചിന്തിച്ചാൽ
ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങൾ ഓർമ്മപ്പെടുത്താം. ഇപ്പോൾ PSC ടെസ്റ്റ് വരുന്ന സമയത്ത് എന്തുകൊണ്ടൊരു വൈദ്യ പരിശോധന സർട്ടിഫിക്കറ്റ് ചോദിച്ചുകൂടാ? അതുപോലെ തന്നെ പാസ്പോർട്ട് എടുക്കുമ്പോൾ എന്തുകൊണ്ട് അത് ചോദിച്ചുകൂടാ? അതുപോലെ തന്നെ മുദ്രാ ലോൺ മുതലുള്ള ലോണുകൾ ഈ കള്ളുകുടിയൻ ലോൺ എടുത്ത് അടയ്ക്കില്ല. എന്തുകൊണ്ട് അത്തരത്തിൽ ഒരു സർട്ടിഫിക്കറ്റ്, അത് ഇവിടെ ഇവിടുത്തെ സർട്ടിഫിക്കറ്റ് പോടാ, മിലിറ്ററി ഹോസ്പിറ്റലിലെ സർട്ടിഫിക്കറ്റ് വേണം. കേന്ദ്രം അതിൽ ഇടപെടണം. കേന്ദ്രത്തിൻ്റെ ഇതിൽ ഈ ഇത്തരത്തിലുള്ള സർട്ടിഫിക്കറ്റുകൾ വേണ്ടി വന്നാൽ വർഷാവർഷം പുതുക്കണം. പ്രൊമോഷൻ ആണെങ്കിലും പുതുക്കണമെന്ന് പറഞ്ഞാൽ 50% കുട്ടികൾ +2 പഠിക്കുമ്പോൾ ഈ സർട്ടിഫിക്കറ്റ് വേണം, വർഷാവർഷം ഓരോ വർഷവും സർട്ടിഫിക്കറ്റ് വേണം എന്നൊരു തീരുമാനമെടുത്താൽ 50% പുറകോട്ട് പോകും. അത് കഴിഞ്ഞാൽ പോലീസിന്റെ നടപടി. പോലീസ് ഇന്നലെ ഉണർന്ന് പ്രവർത്തിച്ചപ്പോൾ ഒറ്റ ദിവസം കൊണ്ട് എത്രയോ ആളുകളെ പിടിക്കാൻ കഴിഞ്ഞു. MDMA എന്ന് പറയുന്ന സാധനം എത്രയോ സ്ഥലത്തുനിന്ന് പിടിച്ചു. അപ്പോൾ ഒരു ദിവസം പോലീസ് വിചാരിച്ചപ്പോൾ കേരളത്തിൽ 10,000-3000 സ്ഥലങ്ങളിൽ നിന്ന് ആളുകളെ കണ്ടെത്താൻ കഴിഞ്ഞെങ്കിൽ ഒരു മാസവും ഒരു അക്ഷീണ പരിശ്രമം നടത്തിക്കൂടെ ഈ പോലീസിന്? ആ പോലീസിന്റെ ആ ജാഗ്രത കുറവ് നമുക്ക് ശ്രദ്ധിക്കാതിരിക്കാൻ ഒക്കില്ല. ജാഗ്രത കുറവ് തന്നെ ഉണ്ട്. ഈ ഓരോ സ്ഥലത്തെ സ്കൂൾ കോളേജ് പരിസരങ്ങളിലും ഒക്കെ അതിനകത്ത് പോലീസിന്റെ സംവിധാനം ചലിക്കണ്ടേ? ആരെങ്കിലും കൊണ്ടു കൊടുക്കണേ, അവനെ കണ്ടുപിടിക്കണ്ടേ? അതിനകത്തുള്ള വിദ്യാർത്ഥി സംഘടന, ഏത് തന്നെ സംഘടനയായാലും അവരും ഇതിൽ ഉണർന്ന് പ്രവർത്തിക്കണ്ടേ? ഹെഡ് മാസ്റ്ററും അധ്യാപകരും എല്ലാവരും ഒന്നിച്ച് രക്ഷകർത്താക്കളും ഒക്കെ ആയാൽ ഒരു സ്കൂളിലും ഒരു കോളേജിലും ഒന്നും ലഹരി ഉണ്ടാവില്ല. റോട്ടിൽ ഓടി നടന്ന് ഇപ്പൊ സ്വിഗ്ഗിയൊക്കെ ഭക്ഷണം കൊണ്ടു കൊടുക്കുമ്പോൾ പോലെ കഞ്ചാവും ഈ ലഹരി പദാർത്ഥമൊക്കെ ഓരോ തെങ്ങിന്റെ പൂട്ടിലും ഓരോ പോസ്റ്റിന്റെ പൂട്ടിലും ഒക്കെ ഇട്ടിട്ട് ഫോട്ടോ എടുത്തിട്ട് കൊടുക്കുന്ന ഇത് പോലീസിന് കണ്ടുകൂടെ? പോലീസിന്റെ ഇഷ്ടം പോലെ ജീപ്പുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കീറിപ്പായുമ്പോൾ വെറും ഹെൽമെറ്റിന്റെ തലയിൽ മാത്രമാണോ നോക്കേണ്ടത്? വഴി നീളെ നോക്കുന്ന ഈ ക്യാമറ കണ്ണുകളിടയിൽ നിന്ന് ഇവരെ പിടിക്കുവാനെന്ന ഒരു ഇന്നലെ തന്നെ എത്ര പേരെ പിടിച്ചു, ഇന്നും ഒരുപാട് പേരെ പിടിച്ചു എന്ന് പറയുന്നു. എന്തായാലും ഈ ലഹരിക്കെതിരെ നമുക്ക് ഒറ്റക്കെട്ടാവണം. ഈ രാജ്യത്ത് ലഹരി ഉപയോഗിക്കുന്നവർക്ക് ലോൺ കിട്ടരുത്. അതുപോലെ തന്നെ ലഹരി ഉപയോഗിക്ക് അടിമയാകുന്നവർക്ക് വിദ്യാഭ്യാസത്തിന് ഒരുപാട് പഠിക്കാൻ കഴിയരുത്. ലഹരി ഉപയോഗിക്കുന്ന ആളുകൾക്ക് പ്രൊമോഷൻ കിട്ടരുത്. ഇങ്ങനെ ഇത്തരം കാര്യങ്ങൾ പ്രധാനമന്ത്രി വലിയ ഭരണപരമായ നടപടികളാണ് നമ്മുടെ മുന്നിൽ വേണ്ടത്. റിട്ടയർഡ് SP KM ആന്റണി സാറിലേക്കാണ് അവസാനം പോകുന്നത്. ശ്രീ KM ആന്റണി, ഇവിടെ വലിയ ശ്രമം നടത്തേണ്ടതുണ്ട് ഈ ലഹരി മാഫിയെ തകർക്കാൻ. ഇത് ആഗോള ശൃംഖലയാണ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. പക്ഷേ ഈ ശൃംഖലയിൽപ്പെട്ടവർ, ഈ ഡ്രഗ് മാഫിയ തലവന്മാർ നമ്മുടെ ഭരണാധികാരികളുമായി പുലർത്തുന്ന ബന്ധമൊക്കെ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്ന കാലമാണ്. ഏറ്റവും ചെറിയ ഉദാഹരണത്തിന് ഉദയനിധി സ്റ്റാലിനുമായി ജാഫർ സാദിഖ് എന്ന് പറയുന്ന അന്താരാഷ്ട്ര മാഫിയ തലവന്റെ, ഡ്രഗ് മാഫിയ തലവന്റെയൊക്കെ ബന്ധം അനാവൃതമാക്കപ്പെടുകയാണ്. ഇങ്ങനെയുള്ള ജാഫർ സാദിഖുമാരും ഉദയനിധി സ്റ്റാലിനുമൊക്കെ ഉള്ള ഈ നാട്ടിൽ എത്രത്തോളം ഇതിന് തടയിടാൻ കഴിയും? തീർച്ചയായിട്ടും തടയിടാൻ കഴിയും. നമ്മൾ വിചാരിച്ച് ഇറങ്ങി പുറപ്പെട്ടു കഴിഞ്ഞാൽ നമ്മളത് തടയിടാൻ തന്നെ സാധിക്കുമെന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. കാരണം പോലീസ് ഈ പറഞ്ഞ 2 ദിവസം കൊണ്ട് അത്രമാത്രം കേസുകളും അത്ര തൂക്കം വരുന്ന മയക്കുമരുന്നുകളും പിടിച്ചെടുത്തു. പോലീസിന് അതിനായിട്ട് തന്നെ വിടണം. അല്ലാതെ പോലീസ് ദൈനംദിന ഡ്യൂട്ടിയുടെ ഇടയിൽ മയക്കുമരുന്ന് പിടിക്കാനായിട്ട് പോകാനുള്ള സമയം കിട്ടില്ല. കാരണം ഇന്നിപ്പം ഏറ്റവും കൂടുതൽ മാനസിക സമ്മർദ്ദം ഉള്ള ഒരു തൊഴിലാണ് പോലീസിലെ ജോലി എന്ന് പറയുന്നത്. ഒരു മാസം 1-2 പോലീസുകാർ ആത്മഹത്യ ചെയ്യുന്നുണ്ട്. തൊഴിൽ മേഖലയിൽ ഇത്രമാത്രം സംഘർഷം ഏൽക്കുന്ന ഒരു വിഭാഗമില്ല. മറ്റൊന്നുള്ളത് അധ്യാപകരാണ്. നമ്മൾ മുമ്പ് പറഞ്ഞതിൻ്റെ മറ്റൊരു രീതിയാണത്. ഒരു കുട്ടിയെ തുറിച്ചു നോക്കാനോ അല്ല ഒരു കാര്യം പറയുവാൻ പോലും ഭയപ്പെടുന്ന അധ്യാപകരാണ് ഇന്നുള്ളത്. കാരണം അവരുടെ ജോലി മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ അവർക്ക് ആ രീതിയിൽ പോയേ വെക്കൂ. നമുക്ക് നഷ്ടപ്പെട്ട കുട്ടികളെയാണ് നമുക്ക് തിരിച്ചു കൊണ്ടുവരേണ്ടത്. ഇതിപ്പോൾ ഏത് വിഭാഗമാണ് അല്ലെങ്കിൽ ആരാണ് ഇതിന് മറുവശത്തുള്ളതെന്നുള്ളതല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മുടെ കേരളം വല്ലാതെ ഒരു അവസ്ഥയിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഒറ്റക്കെട്ടായിട്ട് ഇറങ്ങുക, മുമ്പ് പറഞ്ഞതുപോലെ തന്നെ അതിനകത്ത് രാഷ്ട്രീയമോ അല്ലെങ്കിൽ പ്രത്യേക വിഭാഗങ്ങളോ ഒന്നുമില്ല. കാരണം ഇതിൻ്റെ ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ ഇതിൻ്റെ ആ ഭയാനകമായ ആ കാര്യത്തിലൂടെ കടന്നു പോകുന്നത് ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗം മാത്രമല്ല. ഇതിൻ്റെയൊക്കെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ലക്ഷ്യമെന്ന് പറയുന്നത് സാമ്പത്തികം തന്നെയാണ്. അത് കഴിഞ്ഞ് മാത്രമാണ് മറ്റുള്ള കാര്യങ്ങൾ വരുന്നത്. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ളെങ്കിൽ പോലും അത് പരിശോധിക്കപ്പെടേണ്ടതാണ്. ഇത് ഗവൺമെൻറ്
ഇതിനെ ഗൗരവമായിട്ട് എടുത്ത് മുന്നോട്ട് കൊണ്ടുപോകുന്ന അവസ്ഥയിൽ ഇത് നിർത്തലാക്കാൻ സാധിക്കും. തീർച്ചയായിട്ടും നമ്മുടെ കുടുംബങ്ങളിൽ തന്നെ ഈ കുട്ടികൾ എങ്ങനെ വിട്ടുപോകുന്നു എന്നുള്ളതാണ്. മയക്കുമരുന്നിലേക്ക് ആകർഷിക്കപ്പെട്ട് ഈ ചെറിയ കുട്ടികൾ, 15 വയസ്സുള്ള കുട്ടികൾ, നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുക, ഈ 15 വയസ്സുള്ള കുട്ടിയുടെ അച്ഛന് അല്ലെ മാതാപിതാക്കൾ എന്ന് പറയുന്നത് 40-45 വയസ്സുള്ളവരാണ്. അവർ ഈ കുട്ടികൾക്ക് വേണ്ടി എത്ര സമയം കുടുംബങ്ങളിൽ ചെലവഴിക്കുന്നുണ്ട്? അവർ മൊബൈൽ ഫോണുമായിട്ടിരിക്കുകയാണ്. ഇവർ തമ്മിൽ 2 കുട്ടികളുണ്ടെങ്കിൽ അച്ഛനും അമ്മയും 4 പേരും കൂടി ഇരുന്ന് എത്ര സമയം സംസാരിക്കുന്നുണ്ട്? അവരുമായിട്ട് എത്രമാത്രം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്? ഒന്നും നടക്കുന്നില്ല. നമ്മുടെ കുടുംബ ബന്ധങ്ങളിലുണ്ടായ ശൈഥില്യം തന്നെയാണ് ഇതിൻ്റെ മറ്റൊരു കാര്യം. പിന്നെ സ്കൂളുകളിൽ അധ്യാപകർ നിയന്ത്രിക്കണമെന്ന് നമ്മൾ പറയുകയും ഏതെങ്കിലും ഒരു അധ്യാപകർ നിയന്ത്രിച്ചെന്ന് കണ്ടു കഴിയുമ്പം ആ കുട്ടിയുടെ പിതാവ് തന്നെ വന്ന് ആ അധ്യാപകനെ മർദ്ദിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പല ഉദാഹരണങ്ങൾ ഇവിടെ കണ്ടതാണ്. നമ്മൾ പരമമായിട്ടുള്ള കാര്യങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട് മറ്റു രീതിയിലേക്ക് ചർച്ചകൾ കൊണ്ടുപോയിട്ടോ അങ്ങനെയുള്ള ഒരു തീരുമാനത്തിലേക്ക് പോയാലോ ഇതിനൊരു ഫലം കണ്ടെത്താൻ സാധിക്കില്ല. ഇപ്പം സ്റ്റേറ്റ് ഗവൺമെന്റും സെൻട്രൽ ഗവൺമെന്റും ഈ കാര്യത്തിൽ കർക്കശമായ നിലപാടുകളിലേക്ക് വരാനുള്ള തീരുമാനങ്ങളിൽ എടുക്കുന്നു എന്നുള്ളത് വളരെ സ്വാഭാവികമാണ്. അതോടൊപ്പം തന്നെ ഇതിൽ 1 കിലോ വരെ പിടിച്ചാൽ സ്മോൾ ക്വാണ്ടിറ്റി എന്നുള്ള നിലയ്ക്കാണ് കഞ്ചാവ്. 20 കിലോയ്ക്ക് മുകളിൽ ഉണ്ടെങ്കിൽ മാത്രമേ അതൊരു 10 വർഷം തടവും 10 ലക്ഷം രൂപ പിഴയും എടുക്കുന്ന ശിക്ഷയുള്ളൂ നമ്മുടെ ഇന്ത്യയിൽ. അപ്പം അതെല്ലാം മാറ്റിയിട്ട് ഇതിലെ നിയമനിർമ്മാണം സെൻട്രൽ ഗവൺമെന്റിൽ ഇപ്പോൾ താല്പര്യമായിട്ട് വന്നിരിക്കുന്നതുകൊണ്ട് ഇതിനെപ്പറ്റി പഠിച്ച് കൃത്യമായ ഒരു നിയമനിർമ്മാണം നടക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം നമ്മുടെ ഒരു സാമൂഹ്യ ഘടനയിൽ, നമ്മുടെ ഒരു സാംസ്കാരിക പശ്ചാത്തലത്തിലൊക്കെ വലിയൊരു പൊളിച്ചെടുത്ത് അനിവാര്യമല്ലേ? കുറച്ചുകൂടി ആളുകൾ തമ്മിലുള്ള ബന്ധം സുദൃഢമാകുന്ന വിധത്തിലുള്ള പൊളിച്ചെടുത്തലുകൾ, ഈ ഒരു പലതരത്തിലുള്ള സാംസ്കാരിക അധിനിവേശങ്ങളും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ സാംസ്കാരിക തനിമയെ നശിപ്പിക്കാനായി. നിങ്ങളത് ഫാസിസ്റ്റാണ് എന്നൊക്കെ പറഞ്ഞ് ഒരുപക്ഷെ അതിനെ അപഹസിക്കാം. പക്ഷേ നമ്മുടെ നാട്ടിൽ നിലനിന്നിരുന്ന ഉന്നതമായ ഗുരുശിഷ്യ ബന്ധം അത് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ടോ? കുടുംബ ബന്ധങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ടോ? ഇതിലൊക്കെ സാംസ്കാരികമായ ഒരു ഉണർവ് പ്രകടമാക്കാൻ ഒരു രാഷ്ട്രീയ ഇടപെടൽ പോലും അനിവാര്യമല്ലേ ഇപ്പോൾ? അല്ല, നിശ്ചയമായി ഇതിലൊരു വലിയ പൊളിച്ചെടുത്ത് ആവശ്യമുണ്ട്. നേരത്തെ അന്നിസറൊക്കെ സൂചിപ്പിച്ചതുപോലെ കുടുംബ ബന്ധങ്ങളിലുണ്ടായിട്ടുള്ള ശിഥിലാവസ്ഥ, കുടുംബം ഒരു സമൂഹത്തിന്റെ അടിസ്ഥാന യൂണിറ്റ് എന്ന നിലയിൽ കുടുംബത്തിനുള്ളിൽ നിന്ന് വരേണ്ട മാറ്റങ്ങൾ വരുന്നില്ല എന്നുള്ളത് നിർഭാഗ്യകരമായ വിവിധ കാരണങ്ങളെ കാര്യത്തിലുണ്ട്. കാരണം മധ്യവർഗ സമൂഹത്തിലേക്ക് വളർന്നു വരുന്ന കുടുംബങ്ങൾ സ്വാഭാവികമായും അതിലേക്കുള്ള പാച്ചിലുകളിൽ ഒരുപക്ഷെ വ്യക്തിബന്ധങ്ങൾ സൂക്ഷിക്കുന്നതിൽ പരിമിതികൾ വന്നുപോയിട്ടുണ്ട് എന്നുള്ള ഒരു വലിയ കുറ്റപ്പെടുത്തലുകൾ ഇക്കാര്യത്തിൽ വരുന്നുണ്ട്. അപ്പൊ സ്വാഭാവികമായും കുടുംബ ബന്ധങ്ങളിൽ അടിസ്ഥാനപരമായി കുടുംബാംഗങ്ങൾ തമ്മിലുള്ള ഒരു ബന്ധം ഊട്ടിയുറപ്പിക്കുകയും അതോടൊപ്പം അത് സമൂഹത്തിലേക്ക് വ്യാപിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പരമപ്രധാനം. ഇവിടെ കേരളത്തിലെ യുവജന വിദ്യാർത്ഥി സംഘടനകൾ സർവ്വ രാഷ്ട്രീയ കക്ഷി ഭേദമന്യേ യുവജന വിദ്യാർത്ഥി സംഘടനകൾക്ക് ഇപ്പോ ഒരു വലിയ ഉത്തരവാദിത്വമുണ്ട്. അവർ ഒരുമിച്ച് ചേർന്ന് നിന്നുകൊണ്ട് അവർ എല്ലാ കക്ഷി രാഷ്ട്രീയം മറന്നുകൊണ്ട് ഈ മയക്കുമരുന്ന് ലോബിക്കെതിരെ നടത്താൻ കഴിയുന്ന ഒരു വലിയ പ്രതിരോധമുണ്ട്. കാരണം വിദ്യാർത്ഥി യുവജന സംഘടനകൾ അതാത് പ്രദേശങ്ങളിൽ ഒരുമിച്ച് ചേർന്ന് നിന്നാൽ ആ പ്രദേശത്ത് ആരാണ് മയക്കുമരുന്ന് എത്തിക്കുന്നത്, ആരൊക്കെ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നു എന്ന് വളരെ വേഗം കണ്ടെത്താവും. അവരെ പോലീസിനും എക്സൈസിനും അടക്കം കൊടുക്കാം. വേണ്ടി വന്നാൽ അത്തരം ആളുകളെ കൈകാര്യം ചെയ്യാൻ യുവജന വിദ്യാർത്ഥി സംഘടന പ്രവർത്തകർ മടിക്കരുത് എന്നുള്ള അഭിപ്രായമായിരിക്കും. അങ്ങനെ തുറച്ചു തന്നെ വേണം. ടി പി ജയചന്ദ്രൻ മാസ്റ്റർ, ഈ ചെങ്കൊടിത്തണലിലേക്ക് ഈ മാഫിയ വളർന്നു വരുന്നതിൻ്റെ ഉദാഹരണങ്ങൾ നമ്മൾ ആലപ്പുഴയിൽ കണ്ടതാണ്. ഈ മയക്കുമരുന്ന് മാഫിയയും ഉള്ള ബന്ധത്തിൻ്റെ പുറത്ത് ആലപ്പുഴ CPM-ൽ ഉണ്ടായ പൊട്ടിത്തെറികൾ നമ്മൾ കണ്ടതാണ്. എത്രയോ ആളുകൾ CPM വിട്ട് BJP-യിലേക്കൊക്കെ ചേക്കേറുന്ന ഒരു സാഹചര്യമൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ വളം വെച്ചു കൊടുക്കുന്നത് ആരാണ് എന്ന ചോദ്യമല്ലേ അവസാനം പ്രസക്തമാകുന്നത്? തീർച്ചയായിട്ടും ഒരു നാഥനില്ലാത്ത അവസ്ഥയിലേക്കാണ് കേരളം. നോക്കൂ, പാർട്ടിയുടെ മുൻ സംസ്ഥാന സെക്രട്ടറി എന്ന അദ്ദേഹം നമ്മുടെ കൂടെ ഇല്ല. അദ്ദേഹത്തിന്റെ മകനെതിരായി സമാനമായ ഒരു അന്വേഷണം ഉണ്ടായിരുന്നു. അത് കർണാടക പോലീസ് അന്വേഷിച്ചത് കൊണ്ട് മാത്രമാണ് അദ്ദേഹത്തിന് കുറച്ച് ദിവസമായി ഇരുമ്പഴിക്കുള്ളിൽ കിടക്കേണ്ടി വന്നത്. അച്ഛന്റെ എല്ലാ സ്വാധീനം ഉപയോഗിച്ച് കോടതിയിൽ പയറ്റിയിട്ട് പോലും മകനെതിരായി അത് ശിക്ഷിച്ചോ ഇല്ലയോ എന്നുള്ള രണ്ടാമത്തെ കാര്യം. ഈ തരത്തിൽ പ്രതിഭയുടെ കാര്യത്തിൽ എത്തിയാണ് നമ്മൾ എത്തുന്നത്. ഇതൊക്കെ ഒരുപക്ഷെ ഇത് വന്ന് നമ്മളുടെ സ്വൈര്യ ജീവിതം തകർക്കുന്നതിലെത്തി. ആദ്യം ചിലരൊക്കെ രാഷ്ട്രീയമായിട്ട് അതിനെ മൂടി വെക്കാൻ ശ്രമിച്ചെങ്കിലും അത് വന്ന് നമ്മളുടെ ഓരോരുത്തരുടെയും വീടുകളിലെത്തുന്ന അതിഭയാനകമായ ചിത്രം
കേരളം സാക്ഷ്യം വഹിക്കുകയാണ്. ഇതിനെ തടയേണ്ട ഭരണകൂടങ്ങളാവട്ടെ അവരിൽ നിന്നും, ഞാൻ നേരത്തെ പറഞ്ഞ ബിജു രാധാകൃഷ്ണനെ പോലെയുള്ള ആളുകളുടെ ഭീഷണിക്ക് മുമ്പിൽ പാർട്ടിയും പാർട്ടി നേതാക്കന്മാരും കൈപ്പറ്റിയിരിക്കുന്ന പ്രതിഫലത്തിന്റെ മുമ്പിൽ അവർ നിശബ്ദരാവുകയും കേരളത്തിലെ അബ്കാരി നിയമം പോലും നോക്കൂത്തിയാവുകയും അത് അവരുടെ ഇംഗിതത്തിനൊത്തിട്ട് കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ താല്പര്യത്തിനല്ല കേരളത്തിൽ അബ്കാരി നിയമങ്ങൾ ഉണ്ടാകുന്നത്. പാർട്ടിക്ക് വലിയ സംഭാവന കൊടുക്കുന്ന അബ്കാരി നേതാക്കന്മാർ ഭീഷണിപ്പെടുത്തുമ്പോൾ കേരളത്തിലെ എല്ലാ നിയമങ്ങളും മാറുകയും ഓർഡിനൻസുകളിലൂടെ രാജ്യം നേടിയ എല്ലാ അബ്കാരിക്ക് നിയമങ്ങളും കാറ്റിൽ പറന്ന അവസ്ഥയിലേക്ക് എത്തുന്നു. അതാണ് ഗത്യന്തരമില്ലാതെ നേരത്തെ ആലപ്പുഴയിലൊക്കെ നാം ചൂണ്ടിക്കാണിച്ച മാതിരിയില് പാർട്ടിക്ക് വഴിപ്പെട്ട് ജീവിച്ച് ഒതുക്കി വെച്ച മനസ്സിലെ വിക്ഷോഭങ്ങൾ സഹിക്കവയ്യാതെ ഒരു വിസ്ഫോടനത്തിന്റെ അവസ്ഥയിലേക്ക് കേരളത്തിൽ വന്നതാണ് ആലപ്പുഴയിൽ നേരത്തെ നമ്മൾ കണ്ടത്. ഇത്തരം സത്യങ്ങൾ തുറന്നു പറയുന്നവരെ വർഗീയവാദികളും പിന്തിരിപ്പന്മാരും ഒക്കെയായി അവസ്ഥകളും. പക്ഷെ ഇത് നമ്മളുടെ ഈ ഭയാനകത നമ്മുടെ വീട്ടുപടിക്കലേക്ക്, നമ്മുടെ ഓരോരുത്തരുടെയും മുറ്റത്തേക്ക് എത്തുമ്പോൾ നമുക്കിത് അന്ധമായ രാഷ്ട്രീയ വിരോധം കൊണ്ട് തടയാൻ കഴിയില്ല എന്നതിന്റെ സൂചനയാണ്. ഒരുപക്ഷെ ഈ ചർച്ചയിൽ എല്ലാവർക്കും ഒരു പൊതുവായി നമ്മൾ എത്തുന്നത് ഇത് തടയേണ്ടതാണ്, ഒത്തൊരുമിച്ച് എതിർക്കേണ്ടതാണ്. ഭരണകൂടത്തിന്റെ കാത്തു നിൽക്കാതെ കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ ശക്തമായ ഇടപെടലും കൂടി അനിവാര്യമാകുന്നു എന്നതാണ് ഈ ചർച്ച നടത്താൻ NNTV എടുത്ത താല്പര്യത്തെ ഞാൻ അഭിനന്ദിക്കാൻ വേണ്ടി എനിക്ക് തോന്നുന്നത്. ആഗോള ഭീകരതയുടെ ഉപോൽപ്പന്നമോ ലഹരി വ്യാപനം എന്ന വിഷയം, അതിനെ മുൻനിർത്തിയാണ് ഈ ചർച്ച നടന്നത്. നമ്മുടെ യുവതയുടെ തലച്ചോറിനെ വിലക്കെടുക്കുന്ന കണ്ണികൾ അറുക്കേണ്ട സാഹചര്യം അതിക്രമിച്ചിരിക്കുകയാണ്. മയക്കുമരുന്നിന്റെ വിദേശ ഭീകര ബന്ധങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട് എന്ന ഒരു പുതിയ കാഴ്ചപ്പാടുകൂടി ജനം TV മുന്നോട്ട് വയ്ക്കുകയാണ്. ജനം ഡിബേറ്റ് ഇവിടെ പൂർണ്ണമാക്കുകയാണ്. പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും വളരെയധികം നന്ദി, ഒപ്പം പ്രേക്ഷകർക്കും.